ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഈ സന്ധ്യാസമയത്തും അടുത്തു വരികയാണ്. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാണ്. അയാളുടെ സന്നിധിയിലെ സന്തോഷ പരിപൂർണതയും അയാളുടെ വലതു ഭാഗത്തുള്ളതായ പ്രമോദവും അടിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തും. വചനത്തിൻ്റെ വാതിൽ അവിടുന്ന് തുറക്കും. അങ്ങയുടെ വിലയേറിയ മുത്തുകൾ ഞങ്ങളുടെ മേൽ പെയ്ത് ഇറങ്ങുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കുവാൻ തക്കണം പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ശബ്ദം കേട്ട് ഞങ്ങൾ ക്ഷീണിക്കും, മനുഷ്യ ശബ്ദം കേട്ട് ഞങ്ങളുടെ മനസ്സുകൾ തകരും. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഞങ്ങൾ ചൈതന്യം പ്രാപിപ്പാൻ, പണിയപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്താട്ടെ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രധാനമായി ലീഡർഷിപ്പിന് അനുയോജ്യമായ ചില കാര്യങ്ങളാണ് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചത്. യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്ന് വലിയൊരു കൂട്ടം വിശ്വാസികളെ അല്ല നേടിയത്. യേശു കർത്താവ് സഭ എന്ന് പറഞ്ഞ് വലിയൊരു കൂട്ടം പുരുഷാരത്തെയും വിശ്വാസികളെയുമല്ല അവൻ ചേർത്ത് നിർത്തിയത്. പകരം കർത്താവായ യേശു ക്രിസ്തു സഭയെ നയിക്കുന്നതായ 12 ലീഡേഴ്സിനെയാണ് തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ 12 ലീഡേഴ്സ് എന്ന് അറിയപ്പെടുന്ന അപ്പോസ്തലന്മാരെ, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ആ ലീഡേഴ്സുമായി ടൈം ചെലവിട്ടു. ആ ലീഡേഴ്സിനെ മാതൃകയായി കാണിച്ചു. ആ ലീഡേഴ്സിനെ താൻ മെന്റർ ചെയ്തു. ഇന്ന് ദൈവസഭയ്ക്ക് ഏറ്റവും ക്ഷാമമായി കിടക്കുന്ന ഒരു കാര്യമാണ് പ്രോപ്പർ ലീഡർഷിപ്പ്. യഥാർത്ഥ ലീഡേഴ്സ് അദ്ദേഹത്തെ പോലെ ജീവിക്കണം, അദ്ദേഹത്തെ പോലെ ശുശ്രൂഷിക്കണം, അദ്ദേഹത്തെ പോലെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ജ്വലിക്കുന്ന നിലവിളക്കാകണം. അദ്ദേഹത്തെ പോലെ ദൈവകൃപയിൽ എനിക്കും മുന്നേറണം, അദ്ദേഹത്തെ പോലെ എനിക്കും ആത്മാക്കളെ നേടണം, അദ്ദേഹത്തെ പോലെ പിശാചിന് ഡാമേജും സ്വർഗത്തിന് ബെനിഫിറ്റുമായി എനിക്കുമായിരിക്കണം എന്ന മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ലീഡേഴ്സാണ് ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ബൃഹത്തായ പല പാർട്ടികളും പരാജയപ്പെട്ടു. പല പാർട്ടികൾക്കും സീറ്റുകൾ നന്ദി കുറഞ്ഞു. എന്താ കാര്യം? പ്രധാനമായി പ്രോപ്പർ ലീഡർഷിപ്പ് ഇല്ലെന്ന് അവരുടെ അണികൾ തന്നെ തലകുലുക്കി പറയും. ശരിയായ ലീഡേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചിതറിപ്പോകുന്നത്. അത് പഴയ ദൂതാണ്. ഇടയനെ വെട്ടിയാൽ ആടുകൾ ചിതറപ്പെടും. അണികൾ എത്ര പ്രബലർ ആണെങ്കിലും പ്രോപ്പർ ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ അണികൾ ചിതറപ്പെടുക തന്നെ ചെയ്യും. അതെ, സ്തോത്രം. എന്നാൽ പ്രോപ്പർ ലീഡർഷിപ്പാണ് പലപ്പോഴും സ്തോത്രം അണികളെ മുന്നിലേക്ക് നയിക്കുന്നത്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയം പറയുകയല്ല. പക്ഷെ നാച്ചുറലി ഭൂമിയിൽ വെളിപ്പെടുന്നത് സ്പിരിച്വലി ദൈവത്തിൻ്റെ സഭയിൽ വെളിപ്പെടണം എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. നാച്ചുറലി ഒരു ചെത്തുകാരൻ്റെ മകൻ എന്നായിരിക്കെ ഒരാൾ 2ാം വട്ടവും മുഖ്യമന്ത്രിയായി. കാര്യമെന്ത്? അദ്ദേഹം നല്ലൊരു ലീഡറായതുകൊണ്ട്. ഒരു ചായക്കാരനായിരുന്നിട്ടും അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായി. കാര്യമെന്ത്? താൻ നല്ലൊരു ലീഡറായതുകൊണ്ട്. രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാഞ്ഞിട്ടും ഒരു ബിസിനസ്സുകാരൻ അമേരിക്കൻ പ്രസിഡന്റായി. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് ദേശത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച് നല്ലൊരു ദർശനം ഉണ്ടായിരുന്നത് കൊണ്ട്. പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് പലരും ദൈവത്തിൻ്റെ കൃപയാൽ ലീഡേഴ്സായി ഈ ദിവസങ്ങളിൽ കടന്നു വരട്ടെ. ഈ ലീഡേഴ്സ് എന്ന് ഞാൻ പറയുമ്പോൾ അവർ ചിലപ്പോൾ അപ്പോസ്തലന്മാരായിരിക്കാം, പ്രവാചകന്മാരായിരിക്കാം, സുവിശേഷകന്മാരായിരിക്കാം, ഇടയന്മാരായിരിക്കാം, ഉപദേഷ്ടാക്കന്മാരായിരിക്കാം. ഈ ശുശ്രൂഷകളിലൊക്കെ നിങ്ങൾ ഓരോരുത്തർ ഈ രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ, ഇതെൻ്റെ അനുഭവ സമ്പത്തിൻ്റെ തലയിൽ നിന്നല്ല ഈ ദൂത് ഞാൻ പറയുന്നത്, എൻ്റെ തകർന്ന ഹൃദയത്തിൽ നിന്നാണ്. I want to see the people of responsibility, ഉത്തരവാദിത്വത്തിൻ്റെ ലീഡേഴ്സ് ദൈവകൃപയാൽ ഈ സംസ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുന്നത്. 1000ങ്ങളെ നയിക്കുന്നവർ, 10000ങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവർ, ലക്ഷങ്ങളെ വിടുവിച്ച് ഇവണ്ണമാണ് ദൈവസഭ
മുന്നിലേക്ക് പോകേണ്ടതെന്ന് കാണിക്കുന്നതായ യഥാർത്ഥ ലീഡേഴ്സ് ദൈവത്തിൻ്റെ സഭയിൽ എഴുന്നേൽക്കേണ്ടതായ കാലങ്ങളത്രേ ഇത്. ദൈവസഭ പലപ്പോഴും, ദൈവജനം പലപ്പോഴും ഇരുട്ടിൽ തപ്പുന്നത് പല സമയത്ത് പ്രോപ്പർ ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. തങ്ങളുടെ കസേരകൾ ഉറപ്പാക്കാനും തങ്ങളുടെ പേരുകൾ എടുപ്പാനും എക്സെട്ര എക്സെട്ര, അങ്ങനെ സ്തോത്രം, ആടുകളെ തെറ്റിക്കുന്നവരല്ല, ആടുകളെ അറുത്ത് പാല് കറന്ന് തിന്നുന്നവരല്ല, ആടുകളെ ബെനിഫിറ്റ് എടുക്കുന്നവരല്ല. പകരം ക്രിസ്തുവിൽ വിശ്വാസികൾ വളർത്തുന്നവരും നിത്യതയാകുന്ന സ്വർഗത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന പ്രോപ്പർ ലീഡേഴ്സ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഭൂമിയിൽ ക്രിസ്തുവിൽ വിശ്വാസികളെ വളർത്തുന്നവരും നിത്യതയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കുകയും ചെയ്യുന്നതായ നല്ല ലീഡേഴ്സ് നമുക്ക് ആവശ്യം. കാട്ടിൽ അങ്ങനെയുള്ളതായ ഒരു ലീഡറുണ്ട്. അവനാണ് സിംഹം, കാട്ടിലെ രാജാവ് സിംഹം. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് കേൾക്കാം വാനത്തിലെ രാജാവ്, ആകാശത്തിൻ്റെ രാജാവ്. കാട്ടിലെ രാജാവ് സിംഹമെങ്കിൽ വാനത്തിൻ്റെ രാജാവാണ് കഴുകൻ. ഈ രാത്രി നാം കേൾക്കുന്ന ഈ ചെറിയ ടോക്കിൻ്റെ അല്ലെങ്കിൽ ഈ ചെറിയ ക്ലാസിൻ്റെ തലക്കെട്ടതാണ് ദൈവത്തിൻ്റെ കഴുകന്മാർ. നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ കഴുകന്മാർ. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ കഴുകന്മാർ. സ്വന്തം കരത്തെ മാർവോട് ചേർത്ത് വെച്ച് പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ കഴുകന്മാർ, ദൈവത്തിൻ്റെ കഴുകന്മാർ. നിങ്ങൾ ആരാണ്? നിങ്ങൾ പ്രാവല്ല, നിങ്ങൾ കാക്കയല്ല, നിങ്ങൾ ഏതെങ്കിലും പക്ഷിയെന്ന് പേരുണ്ടെങ്കിലും പറക്കാൻ കഴിയാത്ത ഒട്ടകപ്പക്ഷിയല്ല. പകരം ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ കഴുകനാണ്, ദൈവത്തിൻ്റെ കഴുകന്മാർ. പരിധിയില്ലാതെ വളരുന്ന, പരിധിയില്ലാതെ ശുശ്രൂഷിക്കുന്ന, പരിധിയില്ലാതെ ഉയരുന്ന ദൈവത്തിൻ്റെ കഴുകന്മാർ. എഴുതിയിട്ട് ആ നോട്ട്ബുക്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാട്ടെ, സ്കൈ ഈസ് മൈ ലിമിറ്റ്. ആകാശമാണ് എൻ്റെ പരിധി. ആകാശത്തിന് പരിധിയുണ്ടോ? നോ. ആകാശമാണ് എൻ്റെ പരിധി. പരിധിയില്ലാത്ത സ്തോത്രം ദൈവത്തിൻ്റെ കഴുകന്മാർ. പേര് പറഞ്ഞ്, നാള് പറഞ്ഞ്, ജാതകം പറഞ്ഞ് ആർക്കും നിങ്ങളെ പരിധി പറവാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, ജാതി പറഞ്ഞ്, കുടുംബം പറഞ്ഞ്, മലയാളി, മദ്രാസി എന്നൊന്നും പറഞ്ഞ് ആർക്കും നിങ്ങളെ പരിധി പറവാൻ കഴിയത്തില്ല. വിദ്യാഭ്യാസം പറഞ്ഞ്, നിങ്ങളുടെ തൊലി നിറം പറഞ്ഞ്, നിങ്ങളുടെ സാഹചര്യം പറഞ്ഞ്, നിങ്ങൾ കടന്നു വന്നതായ പ്രശ്നങ്ങൾ പറഞ്ഞ് ആർക്കും നിങ്ങളെ തടുക്കുവാൻ കഴിയത്തില്ല. പിശാച് നിങ്ങളുടെ ട്രാഫിക് പോലീസ് അല്ല. പിശാചിന് നിങ്ങളുടെ മുൻപിൽ ബാരിക്കേഡും സ്തോത്രം എന്തുവാ ചെക്ക് പോസ്റ്റും വെച്ച് നിങ്ങളെ തടയുവാൻ കഴിയത്തില്ല. ബിക്കോസ് യു ആർ ദ ഈഗിൾ ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ കഴുകനത്രേ. കഴുകന്റെ 7 പ്രത്യേകതകൾ വേഗത്തിൽ പറഞ്ഞ് നമുക്ക് ഇന്ന് രാത്രി പിരിയാം. എവിടെയാ കഴുകനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 30-31 വാക്യത്തിൽ പ്രവാചകനാകുന്ന യെശയ്യാവ് കഴുകനെ കുറിച്ച് എക്സലന്റ് ആയിട്ടുള്ള ഒരു സ്തോത്രം ദൂത് പറയുകയാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. ഈ പാൻഡമിക് കണ്ടീഷനിൽ നമ്മളത് കാണുകയാണ്. ഒത്തിരി പേർ ക്ഷീണിക്കുന്നത്, ഒത്തിരി പേർ തളർന്നു പോകുന്നത്, പാസ്റ്റർമാർ ക്ഷീണിക്കുന്നത്, പാസ്റ്റർമാർ തളർന്നു പോകുന്നത്. എന്നാൽ നിങ്ങളും ഞാനും തളരുന്നവരുടെ കൂട്ടത്തിലല്ല, പകരം തഴയ്ക്കുന്നവരുടെ കൂട്ടത്തിലാണ്. വലത് കരം ഉയർത്തിപ്പറ, ഞാൻ തഴയ്ക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ആരുടെ കൂട്ടത്തിൽ? ഞാൻ തഴയ്ക്കുന്നവരുടെ കൂട്ടത്തിലാണ്. കാര്യമെന്ത്? ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. 31-ാം വാക്യം. എങ്കിലും പറഞ്ഞാട്ടെ, എങ്കിലും. അടുത്തിരിക്കുന്നവർ നോക്കി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ ഈ മെയ് മാസത്തിൽ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ആരെ പോലെ? LDF പോലെയോ UDF പോലെയോ മൂന്നാം മുന്നണിയെ പോലെയല്ല. അവർ കഴുകന്മാരെ പോലെ. പറ, എന്നെ പോലെ. കാരണം നിങ്ങൾ കഴുകന്മാർ.
അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ലോകമത് കാണും. ലോകമത് കാണുമ്പോൾ വെളിപ്പെടുന്ന റിസൾട്ടാണ്. ലോകം നിങ്ങളെ നോക്കുമ്പോൾ ലോകം നിങ്ങളെ നോക്കി പറയുന്ന സാക്ഷ്യമാണ്. പണ്ടുണ്ടായിരുന്നു അവൻ പൊളിഞ്ഞുപോയി എന്നല്ല. പണ്ടുണ്ടായിരുന്നു പുള്ളി വീണുപോയി എന്നല്ല. പണ്ടുണ്ടായിരുന്നു ഇപ്പൊ പുള്ളിയെ ഞങ്ങൾ വിളിക്കത്തില്ല എന്നല്ല. പണ്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളി തകർന്നു പോയി എന്നല്ല. പിന്നെയോ ലോകം നിങ്ങളെ നോക്കി പറയും, അവർ, അതായത് ദൈവത്തിന്റെ കഴുകന്മാർ, തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. സഹോദരങ്ങളെ, നിങ്ങൾ എത്ര വർഷം ജീവിച്ചിരുന്നാലും 121 വർഷമായി മോശയുടെ റെക്കോർഡ് നിങ്ങൾ തകർത്ത് ജീവിച്ചാലും നിങ്ങൾ തളർന്നു പോകാതെ ഓടും, ക്ഷീണിക്കാതെ നടക്കും. നിങ്ങൾ തളർന്നു പോകാതെ ഓടും, ക്ഷീണിക്കാതെ നിങ്ങൾ നടക്കും. തളർന്നു പോകാത്ത ഒരു ഓട്ടം, ക്ഷീണിച്ചു പോകാത്ത ഒരു നടപ്പിന് വേണ്ടി തമ്പുരാൻ ഈ ദിവസം തൻ്റെ വിലയേറിയ കരം നിങ്ങളുടെ മേൽ വച്ച് അവൻ നിങ്ങൾ നോക്കി പറയുന്നു, നീ എൻ്റെ കഴുകനാണ്, നീ എൻ്റെ കഴുകനാണ്. തളരാത്ത ഓട്ടവും ക്ഷീണിക്കാത്ത ലൈഫ്, ക്ഷീണിക്കാത്ത നടപ്പും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറുകയാണ്. ഈ കോവിഡ് വന്നതോടെ നിങ്ങളെ ശുശ്രൂഷ മാറുകയാണ്, നിങ്ങളുടെ ആത്മീയ ജീവിതം മാറുകയാണ്. ആ വീട്ടിൽ നീ ജനിച്ചവനാണോ, നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ലല്ലോ എന്ന് പറയത്ത ക്രമത്തിൽ നിങ്ങളുടെ പാരൻസിന്റെ ലെവലിലല്ല, നിങ്ങളുടെ ജാതിയുടെയും നിങ്ങളുടെ സാഹചര്യത്തിന്റെയും സ്കൂളിന്റെയും കോളേജിന്റെയും പരിധിയിലല്ല, തിരിച്ചറിവാൻ കഴിയാത്തതായ വിധത്തിൽ തളർന്നു പോകാത്ത ഓട്ടം, ക്ഷീണിക്കാത്ത നടപ്പ്, തളർന്നു പോകാത്ത ഓട്ടം. അർത്ഥം, വഴിയിൽ പലരും തളർന്ന് കിടക്കുന്നത് നിങ്ങൾ കാണും. സ്തോത്രം, വഴിയിൽ പലരും സ്ലോ ഡൗൺ ചെയ്യുന്നത് നിങ്ങൾ കാണും. പക്ഷേ പ്രവചനമായി ഞാൻ വിളിച്ചു പറയട്ടെ, 10,000-ങ്ങളെ ഓവർടേക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് ഓടുവാൻ പോകുന്ന ഉസൈൻ ബോൾട്ട് എന്ന പേരുള്ളതായ ഓട്ടക്കാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജമൈക്കൻ ഓട്ടക്കാരൻ ഉസൈൻ ബോൾട്ട് പല വേൾഡ് റെക്കോർഡുകൾക്ക് സ്തോത്രം ഉടമയായിരുന്നു. പക്ഷേ ഒടുവിലായി അദ്ദേഹം ലണ്ടനിൽ ഓടിയ ഒരു ഓട്ടത്തിൽ കാലിന്റെ മസിൽ പിടിച്ചു അത്രേ, തളർന്നു പോയി അത്രേ. തന്റെ ട്രാക്കിൽ താൻ കുഴഞ്ഞ് ഇരുന്നു പോയി. തന്റെ കൂടെ ഓടിയവർ, കഴിഞ്ഞ കാലത്ത് തന്റെ പിൻപിൽ ഓടിയവർ തന്നെ ഓടി തന്റെ മുൻപിൽ കയറി. നിങ്ങൾ കേട്ടോ, കഴിഞ്ഞ കാലത്ത് തന്നെക്കാളും കുറഞ്ഞ വേഗതയിൽ ഓടിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ ഇതാ കാലിന്റെ മസിൽ പിടിച്ചത് നിമിത്തം ഉസൈൻ ബോൾട്ടിനെ ഓടി മുന്നിൽ കയറി. പക്ഷെ ആ ഗതികേട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കയില്ല, സംഭവിപ്പാൻ പാടില്ല, സംഭവിപ്പാൻ അനുവദിക്കരുത്. കാരണം നിങ്ങൾ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ കഴുകനെങ്കിൽ. മനസ്സിലാകുന്ന ആമേൻ പറഞ്ഞേ. സ്തോത്രം. കാരണം എന്ത്? നിങ്ങൾ തളർന്നു പോകാത്ത ഓട്ടത്തിന് വേണ്ടി, ക്ഷീണിച്ചു പോകാത്ത നടപ്പിന് വേണ്ടി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ആ പ്രൊഫറ്റിക് പിക്ചറാണ്, ആ പ്രവചന ചിത്രമാണ് ദൈവം നിങ്ങളെക്കുറിച്ച് കാണുന്നത്. മക്കളെ, ഞാൻ അറിയാതെ അല്ലടാ ഈ കോവിഡും കൊറോണയൊക്കെ വന്നത്. നിന്നെ ഞാൻ മരിക്കുകയാണ്, നിന്നെ ഞാൻ ഒരുക്കുകയാണ്, നിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. എൻ്റെ കഴുകനെന്ന് ഈ കാലഘട്ടത്തിൽ നിന്നിലൂടെ എൻ്റെ മഹത്വത്തെ ഞാൻ വെളിപ്പെടുത്തുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ തളരാതെ ഓടും, ക്ഷീണിക്കാതെ നീ നടക്കും. തളരാത്ത ഓട്ടത്തിന് വേണ്ടി, ക്ഷീണിക്കാത്ത നടപ്പിന് വേണ്ടി ദൈവത്തിൻ്റെ കഴുകന്മാരെ കർത്താവ് ഇന്ന് രാത്രി റിക്രൂട്ട് ചെയ്യുകയാണ്. തളരാത്ത ഓട്ടത്തിന് വേണ്ടി, ക്ഷീണിക്കാത്ത നടപ്പിന് വേണ്ടി ഇന്ന് രാത്രി കഴുകന്മാരെ പരിശുദ്ധാത്മാവ് റിക്രൂട്ട് ചെയ്യുന്നു. ഇന്ന് രാത്രി ഒരു കാക്ക ക്ലബിനോടല്ല എനിക്ക് സംസാരിപ്പാനുള്ളത്, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ കഴുകൻ ക്ലബിനോടാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കഴുകൻ ക്ലബിനോട് ഞാൻ സംസാരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി കഴുകന്മാർ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. കേട്ടില്ല? ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. കഴുകന്റെ പ്രത്യേകത എന്താണ്? കഴുകൻ കൂട്ടമായി പറക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ഇന്ന് വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞപ്പോൾ കൂട്ടം കൂട്ടമായി കാക്കകളും മറ്റു തര പക്ഷികളും പറക്കുന്നത് ആ ബാൽക്കണികളിൽ നിന്ന് ഞാൻ കണ്ടത്. കൂട്ടമായി പല പക്ഷികൾ പറക്കുന്നു, കൂട്ടമായി പറക്കുന്ന പക്ഷികൾ.
അവർക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അവരെ കൂടെ പറക്കുവാൻ ഒത്തിരി പേരുണ്ട്. കൂടെ പറക്കുന്നവർ, അവർ ചുറ്റും നിൽക്കുന്നവർ അവരോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് സ്തോത്രം, അവിടെ ഫോണിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നത്, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ തിരക്കിലായിരിക്കുന്നു. കാക്കകളെ വിളിച്ചാൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ എപ്പോഴും തിരക്കിലാണ്. എന്നാൽ കഴുകന്മാർ അവർ കൂട്ടത്തിലല്ല പറക്കുന്നത്, പകരം കഴുകന്മാർ അവർ ഒറ്റയ്ക്ക് പറക്കുന്നവരാണ്. നമ്പർ 1, കഴുകന്മാർ ഒറ്റയ്ക്ക് പറക്കുന്നവരാണ്. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ആൾട്ടിറ്റ്യൂഡിനെ നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ആൾട്ടിറ്റ്യൂഡിനെ നിർണ്ണയിക്കുന്നത്. ഈ ഭൂമിയിലെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, വാട്ട് യു മീൻ ബൈ ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ്, ഈ ഭൂമിയിലെ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരിക്കുന്നോ അതുപോലെയായിരിക്കും നിങ്ങളുടെ ആത്മീയ ഉയരം തീരുമാനിക്കുന്നത്. ചിലരുടെ സ്വഭാവം അവിടെ ഫേസ്ബുക്കിൽ തന്നെ നോക്കിയാൽ സ്തോത്രം 10,000 ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ദയവായി ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഫേസ്ബുക്ക് നോക്കുന്നത് ഞാനല്ല. എൻ്റെ ഫേസ്ബുക്ക് നോക്കാൻ ശമ്പളം കൊടുത്ത് നല്ല സഹോദരന്മാരെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് ഇട്ടാൽ ഞാനല്ല വായിക്കുന്നത്. സ്തോത്രം. അതെ, ക്രൈസ്റ്റ് സെന്ററിന്റെ സ്റ്റാഫ് ആയിരിക്കും വായിക്കുന്നത്. സ്തോത്രം. മനസ്സിലാക്കണമേ. എന്നാൽ ഒറ്റയ്ക്ക് പറക്കുന്ന ഒരു കഴുകൻ, ഒറ്റയ്ക്ക് പറക്കുന്ന കഴുകൻ, ഇന്ന് രാത്രി ഈ ദൈവകൃപയാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഒറ്റപ്പെടുവാൻ ആഗ്രഹിച്ചവരല്ലായിരിക്കാം. സ്തോത്രം. ക്ലാസ്സിലും സ്കൂളിലും കോളേജിലും നിങ്ങളുടെ ചുറ്റും എപ്പോഴും മറ്റുള്ളവരുടെ കൂടെ നിങ്ങളായിരിക്കാൻ ആഗ്രഹിച്ചവരാണ്. എന്നാൽ സ്തോത്രം, ജീവിതത്തിന്റെ കൊടുങ്കാറ്റിൽ, ജീവിതത്തിന്റെ തിരമാലയിൽ, ജീവിതത്തിന്റെ ലാവാപ്രവാഹത്തിൽ നിങ്ങൾ എപ്പോഴോ ഒറ്റപ്പെട്ടു. ഒരു കപ്പൽ ഒരിടത്ത് മുങ്ങി. ആ കപ്പൽ ഉണ്ടായിരുന്ന കുറെ പേർ മരിച്ചു. വേറെ ഉള്ളവർ അടുത്തുള്ളതായ ദ്വീപുകളിലേക്ക് നീന്തി കയറി. പക്ഷേ ഒരു പെൺകുട്ടി മാത്രം ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട് കയറി. സ്തോത്രം. അവൾ പിന്നത്തേതിൽ സ്വന്തമായി ജീവിപ്പാനും ഉയരുവാനും ഒക്കെ അവൾക്ക് കഴിഞ്ഞു എന്ന് ചരിത്രത്തിൽ എങ്ങാണ്ട് ഞാൻ വായിച്ചു നോക്കുന്നു. ഒരു നടന്ന സംഭവമാണ്. ഒരു കപ്പൽ മുങ്ങി, ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു തുരുത്തിൽ നീന്തിക്കയറി. ആഹാരം പാചകം ചെയ്യാനും സ്തോത്രം അതെ വേട്ടയാടാനും ഒക്കെ അവൾ ഒറ്റയ്ക്ക് സ്തോത്രം പാർത്തത് നിമിത്തം അവൾക്ക് കഴിഞ്ഞു. ഞാൻ പറയട്ടെ, നിങ്ങൾ ആശ്രയിച്ചതായ പല കൊമ്പുകളെ ദൈവം ഓടിച്ചു കളഞ്ഞു. നിങ്ങൾ ചവിട്ടിയതും പോയി, നിങ്ങൾ പിടിച്ചതും പോയി. നിങ്ങൾ ഒറ്റയ്ക്ക് ആയതല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ആകാൻ ആഗ്രഹിച്ചതല്ല, നിങ്ങൾ ഒറ്റയ്ക്കായതല്ല, നിങ്ങൾ ഒറ്റയ്ക്കാകാൻ ആഗ്രഹിച്ചതല്ല. പകരം ദൈവം നിങ്ങളെ ഒറ്റയ്ക്ക് ആക്കിയെങ്കിൽ, ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ, ദൈവം പറയുന്നു, നിന്റെ ക്ലബിനെ ഞാൻ മാറ്റുന്നു. മേലാൽ നീ കാക്ക ക്ലബല്ല, നീ കഴുകൻ ക്ലബാണ്. കാരണം തിരുവചനത്തിൽ നോക്കുമ്പോൾ ഒറ്റപ്പെട്ടതായ പല പ്രിയപ്പെട്ടവരാണ് ഏറ്റവും ഉയരത്തിൽ പറന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു, കൊട്ടാരത്തിലും പലരുണ്ടായിരുന്നു. എന്നാൽ 40-ാമത്തെ വയസ്സിൽ മരുഭൂമിയിലേക്ക് എറിയപ്പെട്ടതായ മോശ 40 വർഷക്കാലം മരുഭൂമിയിൽ അവൻ ഒറ്റപ്പെട്ട് ജീവിച്ചു. എന്നാൽ ഇന്ന് രാത്രി സ്തോത്രം കേൾക്കണമേ, എന്ന മരുഭൂമിയല്ല. 40 വർഷം കഴിഞ്ഞപ്പോൾ സ്തോത്രം, ഞാനാകുന്നു എന്ന ദൈവത്തിന് വെളിപ്പാട് മോശയുടെ മുൻപിൽ ഉണ്ടായി. മോശ വലിയൊരു ലീഡറായി തീർന്നു. 30 ലക്ഷം എബ്രായ ജനത്തെ നയിക്കുന്ന ലീഡറായി തീർന്നു. നിസ്സംശയം നമുക്ക് പറയാം, സ്തോത്രം, മോശ അവിടെ മുൻപിൽ ഒരു കഴുകനെ പോലെ ശോഭിച്ചു. ഒറ്റപ്പെട്ടതുകൊണ്ട് ദീർഘമായി പറവാൻ സ്തോത്രം കഴിയും. ഒറ്റപ്പെട്ടവർ ദെബോര മരുഭൂമിയിൽ ആ പനയ്ക്ക് കീഴിൽ ഒറ്റപ്പെട്ടവൾ ആയിരുന്നു. ദാവീദ് കാട്ടിൽ ഒറ്റപ്പെട്ടവൻ ആയിരുന്നു. അറേബ്യ മരുഭൂമിയിൽ പൗലോസ് അപ്പോസ്തലൻ ഒറ്റപ്പെട്ടവൻ ആയിരുന്നു. ഏത് അതികായകന്മാരെ നിങ്ങൾ ബൈബിളിൽ കാണുന്നോ, ഏത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയി ദൈവകൃപയിൽ ശോഭിച്ചവരെ നിങ്ങൾ കാണുന്നോ, യോസെഫായിരിക്കാം, സ്തോത്രം, യോഹന്നാൻ അപ്പോസ്തലനായിരിക്കാം, പ്രിയനായ യോഹന്നാനായിരിക്കാം, അവരെല്ലാവരും തന്നെ ജീവിതത്തിന്റെ പല മേടുകളിൽ അവർ ഒറ്റപ്പെട്ടവരാണ്. ഒറ്റയ്ക്ക് പറപ്പാൻ ദൈവം അവരുടെ ജീവിതത്തെ അനുവദിച്ചതാണ്. ഫേസ്ബുക്കും വാട്സപ്പും
സോഷ്യൽ മീഡിയയും മറ്റു തര സാഹചര്യങ്ങളൊക്കെയും ഈ ദിവസങ്ങളിൽ കിടക്കുമ്പോൾ ചുറ്റുമുള്ള വാതിലുകളെ അടച്ച് ആൾക്കൂട്ടത്തിൽ തനിയെ, അണ്ടർലൈൻ ചെയ്യുക വാക്ക്, ആൾക്കൂട്ടത്തിൽ തനിയെ, വീട്ടിലാളുണ്ട്, നാട്ടിലാളുണ്ട്, പള്ളി കൂടുന്നെങ്കിൽ ചർച്ചിലും ആളുണ്ട്, പക്ഷേ സ്തോത്രം, ജനലക്ഷങ്ങളുടെ നടുവിൽ ഒരു ലോൺലി ലൈഫ് സ്റ്റൈലിൽ, ഒരു ഒറ്റപ്പെട്ട ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്നുവെങ്കിൽ ഐ എം സോ ഗ്ലാഡ് അബൌട്ട് ദാറ്റ് ലൈഫ് സ്റ്റൈൽ. ആ ലൈഫ് സ്റ്റൈലിനോടത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അടുത്ത കഴുകനായി വെളിപ്പെടുന്നത് നീ ആയിരിക്കും. ആരാണോ ഒറ്റപ്പെട്ട് ജീവിച്ചത് അവരെല്ലാവരും ദൈവത്തിൻ്റെ കഴുകന്മാരായി ശോഭിച്ചു. കൂട്ടത്തിൽ പറക്കട്ടെ, അവരെല്ലാവരും കൂട്ടത്തിലായിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ദൂത് പകുതി മനസ്സിലായി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാനങ്ങ് ഒറ്റപ്പെടാം. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഫേസ്ബുക്കിൽ എല്ലാവരും ഞാൻ അൺഫ്രണ്ട് ചെയ്യാം, വാട്സപ്പിൽ ഞാൻ ബാക്കിയുള്ള എല്ലാവരെയും ബ്ലോക്ക് ചെയ്യാം, അമ്മായിയമ്മയുമായി അടിയുണ്ടാക്കാം, നാട്ടുകാരും വീട്ടുകാരുമായി ഞാൻ ഇന്ന് രാത്രി തന്നെ ബഹളമുണ്ടാക്കി വഴക്കുണ്ടാക്കി എനിക്ക് ആരും വേണ്ട, ഞാൻ മാത്രം ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുമായി സ്തോത്രം, അതെ, വഴക്കുട്ട് പിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത് പൈശാചികം, അത് സോളിഷ്. എന്നാൽ അതേ സെയിം ടൈമിൽ, അതേ സമയത്ത് പ്രിയ സഹോദരങ്ങളെ, ചില സന്ദർഭങ്ങളിൽ ദൈവദത്തമായി വരുന്ന ഒറ്റപ്പെടലാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യദത്തമായി നിങ്ങൾ അടിച്ചു പിരിയുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യദത്തമായി അടിച്ചു പിരിഞ്ഞ് വീടിൻ്റെ ഒരു മൂലയിൽ ലഡായി ഉണ്ടാക്കി മാറിയിരുന്ന കർത്താവേ എനിക്ക് ആരുമില്ലേ എന്ന് പറയുന്നതായ ആ ഭിന്നതയുടെ ഭൂതത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ അല്ല ഞാൻ പറയുന്നത്. പകരം ദൈവത്താൽ വരുന്നതായ തുരുത്തുകൾ, ദൈവത്താൽ വരുന്ന ഒറ്റപ്പെടലുകൾ. കാട്ടിൽ കാട്ടിൽ ദാവീദ് പോകാതിരുന്നില്ലെങ്കിൽ ഇസ്രായേലിന് അങ്ങനെയൊരു ചക്രവർത്തി ഒരിക്കലും ലഭിക്കത്തില്ലായിരുന്നു. സ്തോത്രം. പൊട്ടക്കിണർ തുടങ്ങി കാരാഗ്രഹം വരെ യോസെഫ് ഒറ്റയ്ക്ക് പോകാതിരുന്നെങ്കിൽ പേർഷ്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി, സ്തോത്രം, പേർഷ്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി യോസെഫ്, സ്തോത്രം, ഈജിപ്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി യോസെഫ് തീരത്തിലായിരുന്നു. പ്രവാസത്തിൽ പോയി ദാനിയേൽ ഒറ്റപ്പെടാതിരുന്നെങ്കിൽ പേർഷ്യയുടെ ആദ്യത്തെ, സ്തോത്രം, ഗവർണറായി അവനും ഉയരത്തില്ലായിരുന്നു. പേർഷ്യയുടെ ആദ്യത്തെ ഗവർണർ യോസെഫ്, സ്തോത്രം, ഈജിപ്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി യോസെഫ്. ഫസ്റ്റ്, ആദ്യം, വേറെ ആർക്കും ഇല്ലാത്തത്, ആരും ഇരുന്നിട്ടില്ലാത്തത്, ആരും ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തത്, സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക, ആരും ഇരുന്നിട്ടില്ലാത്തത്, ആരും പ്രാപിച്ചിട്ടില്ലാത്തത്, അത് നിന്റെ ജീവിതത്തിൽ എത്തിച്ചേരുവാൻ നിനക്കൊരു ലോൺലി ലൈഫ് സ്റ്റൈൽ. ഈജിപ്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി, സ്തോത്രം, ഈജിപ്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി, അതെ, സ്തോത്രം, പേർഷ്യയുടെ ആദ്യത്തെ ഗവർണർ എബ്രായരായിരുന്നു. അന്യദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ടവർ, മറ്റൊരു കൾച്ചറിൽ ചെയ്യുന്നവർ. സ്തോത്രം. ഇവിടെ അനേകർ സംവരണം പറയുന്നു. ഞങ്ങൾ സംവരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കള്ളം, പച്ചക്കള്ളം. സംവരണമല്ല, മനുഷ്യൻ സംവരണം എന്ന് പറഞ്ഞ് അളന്നു തരും, ദൈവം അളക്കാതെ തരും. അതുകൊണ്ട് ദൈവകൃപയാൽ പ്രിയ കഴുകന്മാരെ, ദൈവത്തിൻ്റെ കഴുകന്മാരെ, ഒറ്റപ്പെടുമ്പോൾ മനസ്സിലാക്കണം, ആർക്കും ഇല്ലാത്തതെന്തോ ദൈവങ്ങളിൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. കഴുകൻ ഒറ്റയ്ക്ക് പറക്കുന്നവൻ ആണ്. 2, കഴുകന്റെ മാത്രം ഉള്ളതായ മറ്റൊരു പ്രത്യേകത ആണ്, ഹി ഹാസ് ദ ലോങ് സൈറ്റ്. ദീർഘവീക്ഷണമുള്ളവനാണ് കഴുകൻ. ദീർഘവീക്ഷണമുള്ളവരായിരിക്കുക. അയ്യോ, ഇന്ന് രാത്രി ഈ വെബ് സ്ട്രീം 8:45 കഴിയും, അത് കഴിഞ്ഞിട്ട് എന്തുണ്ട് കഴിക്കാൻ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. പലരും വ്യാകുലപ്പെടുന്നത് എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നാണ്. ഹ്രസ്വ ദൃഷ്ടിയാണ് പലർക്കും ഉള്ളത്. അവിടെ പേര് യേശു കർത്താവ് തന്നെ പറഞ്ഞു, അല്പവിശ്വാസികളാണ്. അല്പവിശ്വാസികൾക്ക് ഹ്രസ്വ ദൃഷ്ടിയാണുള്ളത്. എന്തുടുക്കും, എന്ത് കഴിക്കും എന്ന് പറഞ്ഞ്, സ്തോത്രം, ഹ്രസ്വ ദൃഷ്ടിയാണുള്ളത്. ഉദാഹരണമായി ഏശാവ് മുന്നിലിരുന്ന് നുരഞ്ഞു പോകുന്ന ചൂടുള്ള പയറപായസം കണ്ടപ്പോൾ അവൻ തന്റെ ഭാവി മറന്നു. നുരഞ്ഞു പൊങ്ങുന്നതായ പലത് കാണുമ്പോൾ ഭാവിയെ മറക്കുന്നവർ, ജഡത്തിന് പ്രിയപ്പെട്ട പലതും കാണുമ്പോൾ അടുത്ത ദിവസങ്ങളെ മറക്കുന്നവർ. എന്നാൽ ഈ നാളുകളിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, അതെ, ഈ പാൻഡമിക് കണ്ടീഷൻ വേഗത്തിൽ അവസാനിക്കും. ചില മാസങ്ങൾ കഴിയുമ്പോൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ സകലതും സബ്സൈഡ് ചെയ്ത്, സ്തോത്രം, പഴയ അവസ്ഥയിൽ വരുമ്പോൾ നിന്നെ ഞാൻ താഴ്വരയിലല്ല കാണാൻ ആഗ്രഹിക്കുന്നത്,
സഹോദരൻ സഹോദരിയെ, നിന്നെ ഞാൻ കൊടുമുടിയിൽ നിൽക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നു. കഴുകന്മാരെ പോലെ റിയലി ഏറ്റവും ഉയരത്തിൽ കൊറോണയ്ക്ക് ശേഷം നിന്നെ ഞാൻ കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൂരക്കാഴ്ച ഉള്ളവർ ആയിരിക്കുക. ഇതെന്തോ വർഷം 2021, 2025 നിങ്ങൾ എവിടെയിരിക്കും? 2030 നിങ്ങൾ എവിടെയിരിക്കും? ചിന്തിച്ചാട്ടെ, ഭാവിയെ നോക്കിയാട്ടെ. അതാണ് കഴുകന്റെ പ്രത്യേകത. കഴുകൻ ഈ ആകാശത്തിലൂടെ പറക്കുമ്പോഴും 11.3 കിലോമീറ്റർ സ്തോത്രം അവന് ദൂരക്കാഴ്ചയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. 11.3 കിലോമീറ്റർ ഉയരത്തിൽ അവന് പറക്കാൻ കഴിയും. അവൻ പറന്നു കഴിഞ്ഞാൽ താഴെ ഇഴഞ്ഞു പോകുന്ന പാമ്പിനെ അവന് കാണാനും കഴിയും. ഒരു വിമാനം പറക്കുന്ന അത്രയും ഉയരത്തിൽ പറക്കുവാൻ കഴിവുള്ളവനാണ് കഴുകൻ. ഞാൻ പറഞ്ഞതല്ല, വൈക്കിപീഡിയ പറഞ്ഞത്. സ്തോത്രം. 11.3 കിലോമീറ്റർ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുവാൻ കഴുകന് കഴിയും. വീണ്ടും ഒരിക്കൽ കൂടെ, എവറസ്റ്റ് കൊടുമുടിയേക്കാൾ 1.5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുവാൻ കഴുകന് കഴിയും. അങ്ങനെ ഉയരത്തിൽ അവൻ പറക്കുമ്പോഴും 1 മീറ്റർ നീളത്തിൽ താഴെ പറന്നു പോകുന്നതായ ആ പാമ്പിനെ കാണുവാൻ കഴുകന് കഴിയും. നിനക്ക് നിന്റെ ജയം കാണാൻ കഴിയുന്നോ? നിനക്ക് നിന്റെ ജീവിതം കാണാൻ കഴിയുന്നോ? നിനക്ക് നിന്റെ ഭാവിയെ കാണാൻ കഴിയുന്നോ? നല്ല ചിത്രങ്ങൾ കണ്ടാട്ടെ. ദൈവം നിന്നെക്കുറിച്ച് കാണുന്നത് പൊട്ടിയതും തകർന്നതും നുറുങ്ങിയതും ആയിട്ടുള്ള ചിത്രമല്ല. ദൈവം നിന്നെ കാണുന്നത് മനോഹരമായ ചിത്രം. അപ്പൻ യോസെഫിനെ കണ്ടത് സ്വപ്നക്കാരനായിട്ട്. സഹോദരന്മാർ സ്തോത്രം യോസെഫിനെ കണ്ടത് അതേ അടിമച്ചന്തയിൽ നിൽക്കുന്ന അടിമയായിട്ട്. എന്നാൽ ദൈവം യോസെഫിനെ കണ്ടത്, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഈജിപ്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട്. സഹോദരന്മാർ ദാവീദിനെ കണ്ടത് സ്തോത്രം റബലിയസായി തർക്കുത്തരം പറയുന്നവനായിട്ട്. പക്ഷേ ദൈവം ദാവീദിനെ കണ്ടത് ഇസ്രായേലിൻ്റെ ചക്രവർത്തിയായിട്ട്. മനുഷ്യൻ സ്തോത്രം പൗലൂസിനെ കണ്ടത് സഭയെ ഉപദ്രവിക്കുന്നവനായിട്ട്. പക്ഷേ ദൈവം കണ്ടത് ശക്തനായ അപ്പോസ്തലനായിട്ട്. മനുഷ്യർ യേശു കർത്താവിനെ കണ്ടത് മറിയയുടെ മകനായിട്ട്, നസ്രയത്തിലെ ആശാരിയായിട്ട്. പക്ഷേ സ്തോത്രം ദൈവം യേശുവിനെ കണ്ടത് മാനവജാതിയുടെ രക്ഷകനായിട്ട്, രാജാവായിട്ട്. അതേ ദൈവം തന്നെ നിങ്ങളെ കാണുന്നത് വികലമായ ചിത്രമല്ല, മനോഹരമായ ചിത്രമാണ്. സ്തോത്രം ദൈവം നിന്നെ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവകൃപയാൽ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിയാട്ടെ. ദൈവം നിന്നെ കാണുന്നത് മോശം ചിത്രമായിട്ടല്ല. ദൈവം നിന്റെ ഭാവിയെ കാണുന്നത് വലിയ വിശാലതയുടെയും വിടുതലിൻ്റെയും ചിത്രമായിട്ടാണ്. ഇന്നത്തെ ഞെരുക്കത്തെ സ്തോത്രം മറക്ക്. ഇന്നത്തെ ഞെരുക്കത്തെയും ഈ ലോക്ക്ഡൗണിനെയും ഈ പ്രശ്നത്തെയും ആരാ പ്രശ്നമാക്കുന്നത്? ഇന്ന് കാണുന്നതായ വിഷയങ്ങൾ നിന്റെ അകത്തൊരിക്കലും കയറല്ല. ഹല്ലേലൂയ. മോശ ജനിച്ചത് ഈജിപ്തിലാണ്. പക്ഷെ ഈജിപ്ത് മോശയിൽ ജനിപ്പാൻ അവൻ അനുവദിച്ചില്ല. ഒരിക്കൽ കൂടെ, മോശ ജനിച്ചത് ഈജിപ്തിലാണ്. പക്ഷെ ഈജിപ്ത് മോശക്കകത്ത് ജനിപ്പാൻ മോശ അനുവദിച്ചില്ല. സ്തോത്രം. നീ കടന്നു പോകുന്നത് കൊറോണ കാലത്താണ്. പക്ഷേ കൊറോണ കാലം നിന്റെ അകത്ത് കയറാൻ നീ ഒരിക്കലും അനുവദിക്കല്ല. കാരണം നീ സാഹചര്യത്തെ ജയിക്കുന്നവനാണ്. സ്തോത്രം. ഇന്ന് ഞെരുക്കമായിരിക്കാം, ഇന്ന് ശൂന്യമായിരിക്കാം, ഇന്ന് ആ ഇടുങ്ങിയ മുറിയിലിരുന്നായിരിക്കാം ഈ ദൂത് നീ കേൾക്കുന്നത്. പക്ഷെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞെരുക്കത്തിലിരുന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ വിശാല വരുത്തുന്ന ദൈവം നീ പോലും ചിന്തിക്കാത്തതായ പെരുവഴികൾ, ഹൈവേ നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. നീ പോലും സ്തോത്രം ചിന്തിക്കാത്ത അവിശ്വസനീയമായ പാതകൾ ഭാവിയിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുകയാണ്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, പുറപ്പാട് പുസ്തകം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനും സാറയ്ക്കും മക്കളില്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അബ്രഹാമിനും സാറയ്ക്കും മക്കളില്ലാതിരുന്നപ്പോഴും അവന്റെ ആരാധന കുറഞ്ഞില്ല. സാഹചര്യം മോശമാകുമ്പോൾ ആരാധന കുറയുകയല്ല വേണ്ടിയത്, നിന്റെ സ്തോത്രസ്വരവും അന്യഭാഷയും വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. 5 സാധനങ്ങളെ അബ്രഹാമേ നീ എൻ്റെ അടുക്കൽ ആരാധിപ്പാനായി കൊണ്ടുവന്നാട്ടെ. ഇറ്റ്സ് എ ടൈം ഓഫ് കവനന്റ് ബ്ലെസ്സിംഗ്. അബ്രഹാമിന്റെ കവനന്റിനെ കുറിച്ച് വെളിപ്പെടുന്ന ഒരു സാഹചര്യമാണത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പ്ലസ് ക്രൂശ് മരണം ഒരുമിച്ച് വെളിപ്പെട്ട അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം.
റിയലി ഞാൻ ആവർത്തിച്ച് പറയുന്നു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പ്ലസ് ക്രൂശിലെ യേശു കർത്താവിന്റെ മരണം ഉൾപ്പെടെയുള്ളത് ഒരുമിച്ച് വെളിപ്പെട്ടതായ ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. എന്തുകൊണ്ട് അബ്രഹാം ദൈവത്തെ ആരാധിച്ചു? 5 കാര്യങ്ങളെ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിപ്പാനായി കൊണ്ടുവന്നു. സാഹചര്യം മോശം, പുത്രോൽപാദന ശേഷി ചത്തിരിക്കുന്നു, സാറയ്ക്ക് സ്ത്രീകൾക്കുള്ള മുറ നിന്നിരിക്കുന്നു, ഒരു കുട്ടി ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല, ജീവിതം ഇങ്ങനെ തന്നെ, ഒരു സാധ്യതയുമില്ല, എന്നും ശൂന്യമായിരിക്കും, എന്നും പാഴായിരിക്കും, എന്നും ഒഴിഞ്ഞതായിരിക്കും. പക്ഷേ ഗ്യാരണ്ടിയാൻ ഞാൻ പറയട്ടെ, അവസ്ഥകളെ തിരിച്ചറിയാതെ മാറ്റാൻ കഴിയുള്ള ദൈവം ജീവിക്കുന്നു. അവസ്ഥകളെ തിരിച്ചറിയാൻ കഴിയാതെ മാറ്റുവാൻ കഴിയുള്ള ദൈവം ജീവിക്കുന്നു. 5 സാധനങ്ങളെ നീ എൻ്റെ അടുക്കൽ കൊണ്ടുവാ. 5 സാധനത്തെ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിച്ചു. അവനവനോട് നീ 3 വയസ്സുള്ള പശുക്കിടാവിനെ, 3 വയസ്സുള്ള കോലാടിനെ, 3 വയസ്സുള്ള ആട്ടുകൊറ്റനെ, 1 കുറുപ്രാവിനെ, 1 പ്രാവിൻ കുഞ്ഞുങ്ങളെ, 1 പ്രാവിൻ കുഞ്ഞിനെ, 5 കാര്യങ്ങൾ അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉൽപ്പത്തി 15:9. 5 സാധനം കൊണ്ടുവന്ന് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിച്ചപ്പോൾ കേട്ടോ, 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള അബ്രഹാമിന്റെ സന്തതിയുടെ പുറപ്പാടിനെ കുറിച്ച് ദൈവം പറയുകയാണ്. ദൂരക്കാഴ്ചയുടെ ദൈവം, അതാണ് വിഷയം. ദൂരക്കാഴ്ച. കഴുകന്റെ കാഴ്ചപ്പാട് ഇന്ന് രാത്രി എന്തോ തിന്നും എന്നല്ല. കഴുകന്റെ കാഴ്ചപ്പാട് സ്തോത്രം ഇന്ന് എങ്ങനെ ജീവിക്കും എന്നല്ല. 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ളതായ ഇസ്രായേൽ ജനത്തിന്റെ ഭയങ്കര പുറപ്പാടിനെ കുറിച്ച് ദൈവം പറയുകയാണ്. അതിന്റെ ശേഷം അവരെങ്ങനെ കടന്നു വരും? അതിന്റെ ശേഷം അവർ ഭിക്ഷക്കാരായി അടിമകളായി കടന്നു വരുമെന്നല്ല ദൈവം പറഞ്ഞത്. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു, then after that they will come out with a great possession. മറ്റൊരു ട്രാൻസ്ലേഷൻ, they will come out with a great substance. അർത്ഥം, ലോകത്തിലെ ഏറ്റവും വലിയ ധനവുമായി അവൻ പുറത്തു വരികയാണ്. 30 ലക്ഷം ജനം, 30 ലക്ഷം ജനം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായി പുറത്തു വരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രോസ്പെരിറ്റി അല്ല പറയുന്നത്, സുവിശേഷം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ധനവുമായി 30 ലക്ഷം ജനം പുറത്തു വരികയാണ്. എന്നാൽ ഇപ്പൊ എന്നാ ഉണ്ട്? ഒരു മോനുമില്ല, ഒരു മോളുമില്ല, ഇപ്പൊ ശൂന്യമാണ്. പക്ഷെ ഇന്നത്തെ കാഴ്ചപ്പാട് മാറ്റ. നീ ഇന്ന് നിന്നിലേക്ക് നോക്കി, അയ്യോ പാവം ഞാൻ, എനിക്ക് മാത്രം ഒന്നുമില്ല, ഞാൻ മാത്രം ശൂന്യമായിരിക്കുന്നു, എനിക്ക് മാത്രം കണ്ണുനീര്, ഞാൻ മാത്രം ഒറ്റയ്ക്ക് പറക്കുന്നു. Stop it in Jesus' name. 2025 നീ എവിടെയിരിക്കും? 2030 നീയും നിന്റെ മക്കളും ഏത് സ്ഥലത്തായിരിക്കും? കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പറ, ഞാൻ ദൂരെ കാഴ്ചയുള്ള ദൈവത്തിന്റെ കഴുകനത്രേ, ഞാൻ ദൂരെ കാഴ്ചയുള്ളതായ കഴുകൻ. കാക്ക ചുറ്റും നോക്കുമ്പോൾ, ഹ്രസ്വ ദൃഷ്ടിയുള്ള കാക്ക സ്തോത്രം പലതും തിന്നാൻ ചുറ്റും നോക്കുമ്പോൾ, കഴുകൻ നോക്കുന്നത് ദൂരെയാണ്. അടുത്ത സംവത്സരങ്ങളിലേക്ക് നോക്കിയാട്ടെ. ആ കുഞ്ഞൊന്ന് പഠിക്കുന്നത് 5ാം ക്ലാസ്സിലായിരിക്കാം. ചിന്തിച്ചാട്ടെ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഹോവാർഡാണോ, ഗ്ലാക്സ്റ്റോ ആണോ, കെന്റ് യൂണിവേഴ്സിറ്റി ആണോ ഇംഗ്ലണ്ടിൽ? സ്തോത്രം. പിന്നെ എവിടെയാ? ഓക്സ്ഫോർഡ് ആണോ, കേംബ്രിഡ്ജ് ആണോ? ഐ ഡോണ്ട് നോ. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ആ കുട്ടി പഠിക്കുന്നത്? വഴികളെ തുറക്കാൻ കർത്താവേ, കാഴ്ചപ്പാടുകൾ. ഞാൻ തല ഉയർത്തി നോക്കാം. യേശു കർത്താവ് ഒരിക്കൽ പോലും ശിഷ്യന്മാരെ കുനിഞ്ഞു നോക്കാൻ പറഞ്ഞില്ല. ഒരിക്കലൂടെ യേശു ഒരിക്കൽ പോലും ശിഷ്യന്മാരെ, മക്കളെ നീ കുനിഞ്ഞു നോക്ക്, നിന്റെ വല്ലായ്മകളെ ഇല്ലായ്മകളെ നോക്ക് എന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല. വിശ്വാസത്തെ നായകനായ കർത്താവ് പറഞ്ഞു, തല ഉയർത്തി നോക്ക്, തല ഉയർത്തി നോക്ക്. ഇന്ന് രാത്രി കഴുകന്മാരെല്ലാം തല ഉയർത്തി നോക്കിയാട്ടെ, തല ഉയർത്തി നോക്കിയാട്ടെ. എന്തില്ലെന്നല്ല നീ നോക്കേണ്ടത്, എന്തില്ലെന്നല്ല നീ കാണേണ്ടത്. സ്തോത്രം. അതെ, മറ്റായിരങ്ങൾക്കില്ലാത്ത എന്തൊക്കെയോ ദൈവം നിനക്ക് മാത്രം തന്നിട്ടുണ്ട്. വേറെ 10,000 ചോദിച്ചിട്ട് കൊടുക്കാത്തത്, മഴ പെയ്യുന്ന പോലെ, മാരി ഇറങ്ങി വരുന്നത് പോലെ, ക്ലൗഡ് ബ്ലാസ്റ്റ് പോലെ ദൈവം നിന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അതെ, തല ഉയർത്തി ഭാവിയിലേക്ക് നോക്കിയാട്ടെ. അപ്പൊ ഭാവിയെ നോക്കി നെടുവേർപ്പെടുന്നു എന്നല്ല ദൈവസഭയെക്കുറിച്ച് സ്തോത്രം പ്രവാചകൻ പറയുന്നത്. അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിയിടുന്നു. സദൃശവാക്യത്തിലെങ്കിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിയിടുന്നു. കഴുകൻ ദൂരക്കാഴ്ച ഉള്ളവനാണ്, ഒറ്റയ്ക്ക് പറക്കുന്നവനാണ്, ദൂരക്കാഴ്ച ഉള്ളവനാണ്. മറ്റൊന്ന്, ചത്ത് കിടക്കുന്ന ഒന്നും അവൻ തിന്നത്തില്ല. ഹീസ് നോട്ട് എ സ്കാവെഞ്ചർ. ഹീസ് നോട്ട് എ സ്കാവെഞ്ചർ. ചത്ത് കിടക്കുന്നത് ഒന്നും അവൻ തിന്നത്തില്ല. ചത്ത് കിടക്കുന്നത് ഒന്നും അവൻ തിന്നത്തില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ആ തെരുവിലൊക്കെ ചത്ത് കിടന്ന എലിയെ കാക്ക തിന്നു.
പറയാനേ പാടില്ല. ചത്തുകിടക്കുന്ന മൃഗങ്ങളെ എന്തൊക്കെയോ തിന്നു, പക്ഷേ യവൻ ചത്തുകിടക്കുന്നതൊന്നും ഈ ബൈബിളിൽ പറയുന്ന കഴുകൻ തിന്നത്തില്ല. ബൈബിളിൽ പറയുന്ന കഴുകൻ ചത്തുകിടക്കുന്നതൊന്നും തിന്നത്തില്ല. ചത്തുകിടക്കുന്നതൊന്നും തിന്നത്തില്ല. ഇന്ന് ഇന്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ സ്തോത്രം, അത് ചത്തുകിടക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. പക്ഷെ യമൻ തിന്നുന്നതുണ്ടല്ലോ, യമൻ തിന്നുന്നത് ഭയങ്കര സെലക്റ്റീവാണ്. കാരണം യമൻ ഭയങ്കര സെലക്റ്റീവാണ്. മറ്റുള്ളവർ തിന്നുന്നത് എനിക്ക് തിന്നുവാൻ കഴിയത്തില്ല. മറ്റുള്ളവർ തിന്നുന്നത്, മറ്റുള്ളവർക്ക് എന്തേലും തിന്ന് സമയം കൊന്നാൽ മതി, എന്തേലും തിന്ന് വയറ് നിറച്ചാൽ മതി. നോ, ഞാൻ സെലക്റ്റീവാണ്. എൻ്റെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ സ്തോത്രം, ഞാൻ കണ്ടത് അതെ അവിടെ കിടപ്പുണ്ടല്ലേ, ആ പഴയ ഗെയിംസും പഴയ സിനിമ വെളിപ്പും, അതൊന്നും എൻ്റെ യൂട്യൂബിലില്ല. ഞാൻ സ്തോത്രം, ഞാൻ കണ്ടുവന്നത് സ്തോത്രം, ഞാൻ ചത്തതൊന്നും തിന്നാറില്ല. എക്സ്ക്യൂസ് മീ, അങ്ങനെ മാത്രം പറയാൻ പറ്റത്തില്ലല്ലോ. എന്നെ കൊല്ലുന്നതൊന്നും ഞാൻ തിന്നത്തില്ല. ചത്തതൊന്നും ഞാൻ തിന്നത്തില്ല, നമ്പർ 1. 2, എന്നെ കൊല്ലുന്നതൊന്നും ഞാൻ തിന്നത്തില്ല. ഞാൻ വളരെ സെലക്റ്റീവാണ്. സ്തോത്രം, അതെ, നിങ്ങൾ ദൈവത്തിൻ്റെ കഴുകനാണെങ്കിൽ സ്തോത്രം, നിങ്ങൾ സെലക്റ്റീവാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ആഹാരങ്ങളെ സൂക്ഷിക്കുക. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ആഹാരങ്ങളെ സൂക്ഷിക്കുക, ആഹാരങ്ങളെ സൂക്ഷിക്കുക, ആഹാരങ്ങളെ സൂക്ഷിക്കുക. നിന്റെ പ്ലേറ്റിൽ വരുന്ന ആഹാരമല്ല ഞാൻ പറയുന്നത്, നീ കാണുന്നത്, നീ TV-യിൽ കേൾക്കുന്നത്, നീ ഫേസ്ബുക്കിൽ നോക്കുന്നത്. സ്തോത്രം, അതെ, ചത്തതൊന്നും നീ തിന്നല്ല. നിന്നെ ജീവിപ്പിക്കുന്നത് മാത്രമേ നീ തിന്നാവൂ. നിനക്ക് പ്രയോജനമുള്ളത് മാത്രമേ നീ തിന്നാവോ. കാരണം സ്തോത്രം, മറ്റുള്ളവർ കാണുന്നത് പോലെ നിനക്ക് കാണാൻ പറ്റത്തില്ല, മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവർ പാടുന്നതായ പാട്ട് നിനക്ക് കാണാതെ പിടിച്ച് പാടുവാൻ കഴിയത്തില്ല. കാരണം നീ ദൈവത്തിന്റെ കഴുകനാണ്. മറ്റുള്ളവർ ലോ ലെവലിലായിരിക്കുമ്പോൾ നിന്റെ ആൾട്ടിറ്റ്യൂഡ് ഹൈ ലെവലിലാണ്. യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ഡിറ്റർമിൻ യുവർ ആൾട്ടിറ്റ്യൂഡ്. നിന്റെ ആറ്റിറ്റ്യൂഡ് സ്തോത്രം ഹയർ ആവണമെങ്കിൽ, നിന്റെ ഉയർച്ച വലുതാകണമെങ്കിൽ നീ ചത്തത് തിന്നല്, നീ ജീവിക്കുന്നത് മാത്രമേ തിന്നാവൂ. യേശു കർത്താവ് ജീവിക്കുന്നവനാണ്. ഇന്നലെയും പറഞ്ഞു, ഒരിക്കൽ ഞാൻ മരിച്ചു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെ പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. വെളിപ്പാട് 1:18. യേശു കർത്താവ് അവൻ ചത്തമന്ന എന്നല്ല വേദപുസ്തകം പറയുന്നത്, അവൻ ജീവമന്ന, അവൻ ജീവന്റെ അപ്പം. അവൻ ചത്ത അപ്പം എന്നല്ല പറയുന്നത്, അവൻ ജീവന്റെ അപ്പം. യോഹന്നാൻ സുവിശേഷം 6:38 വാക്യം, 48 51 ഒക്കെ നിങ്ങൾ വായിക്കുന്നതായ സമയത്ത് അവിടെ വേദപുസ്തകത്തിന്റെ പരമാന്തക്കുണം കഴിയും. സ്തോത്രം, യേശു അവൻ ജീവന്റെ അപ്പമത്രേ. യോഹന്നാൻ 6 സ്തോത്രം 36 നോക്കിയവനെ സ്തോത്രം, അതെ, അവിടെ നിങ്ങൾക്ക് കാണുവാൻ 41 വാക്യം ജീവന്റെ അപ്പമാണ്. അതെ, സ്തോത്രം. അതുപോലെ ആ അധ്യായത്തിൽ തന്നെ 3 സ്ഥലത്ത് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. യേശു ജീവന്റെ അപ്പം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യേശു ആരാണ്? യേശു ജീവന്റെ അപ്പം, ജീവന്റെ അപ്പം, ജീവന്റെ അപ്പം. സ്തോത്രം. പുതിയ നിയമത്തിൽ ജീവന്റെ അപ്പമാകുന്ന ഈ കർത്താവ് പഴയ നിയമത്തിൽ 48 യോഹന്നാൻ 6:48 51 കാണുവാൻ കഴിയും. യേശു ജീവന്റെ അപ്പം. ശബ്ദം ഉയർത്തി എല്ലാവരും ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ജീവനുള്ള അപ്പം അല്ലെങ്കിൽ ജീവന്റെ അപ്പം. പുതിയ നിയമത്തിൽ കർത്താവ് ജീവന്റെ അപ്പമാകുന്ന യേശുവിനെ തന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിന്നെ കൊല്ലുന്നതല്ല യേശു, ജീവിപ്പിക്കുന്നവനാണ് യേശു. സ്തോത്രം. പുതിയ നിയമത്തിൽ ജീവനുള്ള അപ്പം. പഴയ നിയമത്തിൽ നോക്കിയേ, പഴയ നിയമത്തിൽ എല്ലാ ദിവസവും ഫ്രഷ് മന്നയാണ് കർത്താവ് സ്തോത്രം കൊടുത്തത്. എല്ലാ ദിവസവും ഫ്രഷ് മന്നയാണ് ദൈവമായ കർത്താവ് സ്തോത്രം ആ പാളയത്തിൽ പൊഴിച്ചു കൊടുത്തത്. രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഇസ്രായേൽ ജനം കണ്ണം തിരുമി അവരുടെ കൂടാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇതാ സ്തോത്രം അവരെ കാത്ത് മന്ന പൊടിഞ്ഞു കിടക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ മന്ന പുതിയതായിരുന്നു, എല്ലാ ദിവസവും മന്ന പുതിയതായിരുന്നു, എല്ലാ ദിവസവും മന്ന പുതിയതായിരുന്നു. കമാൻ, എല്ലാ ദിവസവും ദൂതുകൾ പുതിയതാകട്ടെ, ആത്മാവിന്റെ അഭിഷേകം പുതുതായിരിക്കട്ടെ. പുതുക്കത്തിൽ നമുക്ക് ജീവിക്കാം. പുതുക്കത്തിൽ, പഴയതിലല്ല ജീവിക്കേണ്ടത്, പുതുക്കത്തിൽ ജീവിക്കാം. ആരും പ്രസംഗിച്ച് വിട്ടതിന്റെ ബാക്കിയല്ല, ആരും എഴുതി വിട്ടതിന്റെ കോപ്പി പേസ്റ്റ് അല്ല, പുതുക്കത്തിൽ നമുക്ക് ജീവിക്കാം. പ്രവാചക പുസ്തകത്തിൽ എങ്ങാണ്ടുള്ളതായ ഒരു കാര്യമുണ്ട്. പ്രവാചകന്മാരുടെ സ്തോത്രം അതെ പ്രവചനത്തെ മോഷ്ടിക്കുന്നവരല്ല. എൻ്റെ പേര് പേർജറി എന്നാണ്. സ്തോത്രം, പേർജറി. അതെ, ആരോ പറഞ്ഞു വിട്ടതിൻ്റെ ബാക്കി കോപ്പി പേസ്റ്റ് അല്ല, പകരം സ്തോത്രം മന്ന എന്നും നിന്റെ അധരത്തിൽ പുതിയതായിരിക്കട്ടെ, മന്ന എന്നും നിന്റെ പേനയിൽ പുതിയതായിരിക്കട്ടെ. നിങ്ങൾ എഴുതുന്നതും പറയുന്നതും യേശുവിന്റെ നാമത്തിൽ പുതിയതാണെങ്കിൽ നിങ്ങൾ ആരാണ്? പുതിയത് ഭക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കഴുകനാണ്. പുതിയത് ഭക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കഴുകനാണ്.
വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, ഇപ്പോൾ പിടിച്ചത് വല്ലതുമുണ്ടോ? ഇപ്പോൾ പിടിച്ചത് വല്ലതുമുണ്ടോ? കർത്താവിന് വേണ്ടിയത് 25 years ബാക്ക്, 25 കൊല്ലം മുമ്പുള്ളതല്ല. കഴിഞ്ഞ തലമുറയിൽ ടി.ജി. മുച്ചനോ, കെ എബ്രഹാമോ, കൊച്ചുപദേശിയോ മറ്റേതെങ്കിലും ദൈവദാസന്മാർ പറഞ്ഞതിൻ്റെ ഒരു കാർബൺ കോപ്പിയല്ല കർത്താവിന് വേണ്ടിയത്. ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ദൂത്, ഈ ദിവസങ്ങൾക്കുള്ള ശബ്ദം, ഈ പാൻഡമിക് ടൈമിലായിരിക്കുന്ന സ്പെഷ്യൽ വോയിസ്, ഈ കാലഘട്ടത്തിന്റെ ശബ്ദങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളുടെ ആധരങ്ങളിൽ നിന്ന് ഉയരട്ടെ. ഈ കാലഘട്ടത്തിന്റെ ശബ്ദം, സ്തോത്രം. ശബ്ദം ഉയർത്തി പറ, അപ്പാ ഞാൻ കാലഘട്ടത്തിന്റെ ശബ്ദമാകട്ടെ. കഴുകന്മാർ എന്താണ്? കാലഘട്ടത്തിന്റെ ശബ്ദം. 2021 ശബ്ദം. ദൈവസഭയെ പിടിച്ചു നിർത്തുന്ന, ദൈവദാസന്മാരെ ബലപ്പെടുത്തുന്ന കാലഘട്ടത്തിന്റെ ശബ്ദമായി എൻ്റെ ശബ്ദത്തെ കർത്താവ് തീർത്താട്ടെ. അതെ, എൻ്റെ പാസ്റ്റർ കർത്താവ് എങ്ങനെ തീർക്കണമേ എന്ന് മാത്രമല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നോക്കി പറയണം, സ്വന്തം കരത്തെ തലമേൽ വെച്ച് പറഞ്ഞാട്ടെ, ഞാൻ കാലഘട്ടത്തിന്റെ ശബ്ദമാകട്ടെ, ഞാൻ കാലഘട്ടത്തിന്റെ ശബ്ദമാകട്ടെ. അക്കാലത്ത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, അക്കാലത്ത് മരുഭൂമിയിൽ, പ്രതീക്ഷിക്കാത്ത മരുഭൂമിയിൽ നിന്ന് ഒരു പുതിയ ശബ്ദം വെളിപ്പെട്ടതുപോലെ ഈ കാലത്ത് പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് കാലഘട്ടത്തിന്റെ വെളിപ്പാടിന്റെ ശബ്ദം ദൈവകൃപയാൽ പുറപ്പെട്ടു വരുമാറാകട്ടെ. In Jesus' name. പ്രതീക്ഷിക്കാത്ത സഹോദരിൽ നിന്ന്, സ്തോത്രം, സഹോദരിയിൽ നിന്ന്, കുഞ്ഞിൽ നിന്ന്, അങ്ങനെ പ്രതീക്ഷിക്കാത്ത ദൂതുകളുണ്ടെങ്കിൽ കമോൺ, സ്തോത്രം, അടുത്ത യൂട്യൂബറായി ദൈവകൃപയാൽ സ്തോത്രം ഒരു പൊട്ടനെ പോലെ വിളിച്ചു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അതേ ദൗത്യം അതാണ്, നിങ്ങളെ ദൈവത്തിന്റെ കഴുകന്മാരായി ഒരുക്കണമെന്ന്. 8ാം ക്ലാസ് പ്രായമുള്ളതായ കുഞ്ഞുങ്ങൾ പ്രസംഗിക്കുന്നത് എനിക്ക് കാണണം. 10ാം ക്ലാസ് പ്രായമുള്ള 15 വയസ്സുകാരി അതേ യൂട്യൂബിൽ ഇരുന്ന് പ്രവചിക്കുന്നത് എനിക്ക് കാണാം. 17 വയസ്സിൽ സ്തോത്രം ഒരു കുഞ്ഞും ദൈവവചനത്തിന്റെ ചുരുകൾ നിവർത്തുന്നത് എനിക്ക് കാണാം. ഓ വയസ്സായി ബ്രദറെ, പെൻഷൻ പറ്റി, നല്ല കാലം എല്ലാം കഴിഞ്ഞു, പെൻഷൻ പറ്റി എന്ന് പറയുന്നവർ ജീവിതത്തിന്റെ നല്ല ശുശ്രൂഷ കാലയളവിലേക്ക് ഹല്ലേലൂയ ഈ 85ാം വയസ്സിൽ ശോഭിക്കുന്നത് കയറുന്നത് എനിക്ക് കാണണം. ചുരുടുകൾ നിവരുന്നത് പോലെ ആത്മാവിൽ ഞാൻ പറയുക, ചുവരുകൾ നിവരുന്നത് പോലെ ഇതുവരെ എഴുതാത്തത് എഴുതാനും പറയാത്തത് പറവാനും തക്കവണ്ണം ഫ്രഷ് മണിയായി ദൈവത്തിൻ്റെ വചനം നിങ്ങളിലൂടെ ഒഴുകുമാറാകട്ടെ. കഴുകാൻ ചത്തതല്ല പിന്നെയും തിന്നുന്നത്. ഓൾവേസ് ഹി വിൽ ഹാവ് സംതിങ് ഫ്രഷ്. അവൻ്റെ തീന്മേശയിൽ എന്നും പുതിയതാണ് ഇരിക്കുന്നത്. അവൻ്റെ മുൻപിൽ ഇരിക്കുന്നത് ചത്തതല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാൽ പുതിയതാണ്. സ്തോത്രം. ചത്തതവൻ തിന്നുന്നില്ല, ബിക്കോസ് ഹി ഈസ് നോട്ട് എ സ്കാവഞ്ചർ. സ്തോത്രം. 4മതായി വളരെ പ്രധാനപ്പെട്ടതായി എന്നെ ഇംപ്രസ് ചെയ്തതായ ഒരു കാര്യം, എനിക്ക് കഴുകനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സ്തോത്രം. കഴുകൻ എൻ്റെ ഏതോ മെയിലോ എങ്ങാണ്ട് സ്തോത്രം ഒരു പ്രൊഫൈൽ പിക്ചർ കഴുകനാണ്, വാട്സപ്പ് പിക്ചർ സിംഹമാണ്, മറ്റേതോ ഒരു പ്രൊഫൈൽ പിക്ചർ കഴുകനാണ്. യെസ്, ഹല്ലേലൂയ, സ്തോത്രം. അതൊരു പ്രൊഫറ്റിക് ലെവലായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മുയലിൻ്റെയും മാനിൻ്റെയൊക്കെ പിക്ചർ ഇടുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് വേദപുസ്തകത്തിൽ കാണുന്നതായ സ്തോത്രം സിംഹത്തിൻ്റെയോ കഴുകൻ്റെയോ പിക്ചർ ഇടുന്നത്. സ്തോത്രം. കഴുകൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കഴുകൻ ഒരിക്കലും ഗ്രൗണ്ട് ബാറ്റിൽ ചെയ്യുന്നില്ല. അവൻ മണ്ണിൽ പൊരുതുന്നില്ല, അവൻ മണ്ണിൽ ഇരുന്ന് പൊരുതത്തില്ല. അവൻ മണ്ണിൻ്റെ ആളല്ല, അവൻ വിണ്ണിൻ്റെ ആളാണ്. അവൻ മണ്ണിൻ്റെ ആളല്ല, അവൻ വിണ്ണിൻ്റെ ആളാണ്. അവൻ ഗ്രൗണ്ട് ബാറ്റിലിൻ്റെ ആർമിയല്ല, അവൻ എയർഫോഴ്സാണ്. അവൻ ഗ്രൗണ്ട് ബാറ്റിലിൻ്റെ ആർമിയല്ല, അവനൊരു എയർഫോഴ്സാണ്. എയർഫോഴ്സാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഞാൻ സ്വർഗത്തിൻ്റെ എയർഫോഴ്സാണ്. പറ, ഞാൻ സ്വർഗത്തിൻ്റെ എയർഫോഴ്സാണ്, സ്വർഗത്തിൻ്റെ എയർഫോഴ്സാണ്. പല യുദ്ധങ്ങളുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യം പോയി ബോംബിടുന്നത്, മിസൈൽ തൊടുക്കുന്നത് മുഴുവൻ സ്തോത്രം അതെ എയർഫോഴ്സ് ആയിരിക്കും. എയർഫോഴ്സ് പോയി ശത്രു സൈന്യത്തെ മുഴുവൻ ആടിച്ച് തകർത്ത് സ്തോത്രം തരിപ്പണമാക്കുമ്പോൾ ആർമി കയറി ആ സ്ഥലത്തെ, ആ ദേശത്തെ ഇൻവേഡ് ചെയ്യും. സ്തോത്രം. ഇതുപോലെ കഴുകനുണ്ടല്ലോ, കഴുകൻ സ്തോത്രം അതെ പിന്നിൽ പോകുന്നവനല്ല, കഴുകൻ അവനൊരു എയർഫോഴ്സാണ്. അവൻ പൊരുതുന്നത് സ്തോത്രം എയറിലേ പൊരുതത്തുള്ളൂ. അവനൊരു ശത്രുവുണ്ട്. അപ്പോഴാണ് കഴുകൻ്റെ എയർഫോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ എയർ ബാറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ തൊക്കെയാണ് കഴിയുന്നത്. കഴുകൻ്റെ ശത്രു ആരെന്നറിയോ? കഴുകൻ്റെ ശത്രു കാക്കയല്ല. പല പാസ്റ്റർമാർക്ക് ശത്രു തങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്നവരാണ്. പല പ്രീച്ചേഴ്സിന്റെ ശത്രു തങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ കഴുകന്റെ ശത്രു ജഡത്തിൽ വസിക്കുന്നവരല്ല.
ജഡത്തിൽ വസിക്കുന്നവരല്ല. സ്തോത്രം. കഴുകന്റെ ശത്രു റൈനാർഡ് ബോങ്കെ ഇപ്രകാരം പറയും, എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, എനിക്ക് കോവർക്കേഴ്സേ ഉള്ളൂ. എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, എനിക്ക് കോവർക്കേഴ്സേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ബാക്കിയുള്ള എല്ലാവരും ആരും എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് അല്ല, എൻ്റെ സഹശുശ്രൂഷകരാണ്. സ്തോത്രം. അതുകൊണ്ട് കഴുകന്റെ ശത്രു എന്ന് പറയുന്ന വിണ്ണിൽ പറക്കുന്ന കഴുകന്റെ ശത്രു മണ്ണിൽ ഇഴയുന്ന പാമ്പാണ്. വിണ്ണിൽ പറക്കുന്ന കഴുകന്റെ ശത്രു മണ്ണിൽ ഇഴയുന്ന പാമ്പാണ്. പാമ്പിനെ നമുക്കറിയാം. പാമ്പിനെ കുറിച്ച് വേദപുസ്തകത്തിൽ സ്തോത്രം ഒത്തിരി റെഫറൻസസ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേ നമുക്ക് കാണുവാൻ തക്കോണം അറിയും പറക്കുന്ന പാമ്പ്. യെസ്, അന്നവൻ ഉരസുകൊണ്ട് ഗമിക്കുന്നവനല്ല, അന്നവന് ചിറകുണ്ടായിരുന്ന. അവൻ പാപം ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് കർത്താവ് അവനെ ശപിച്ചു പറഞ്ഞത്. സ്തോത്രം. ഇനി മേലാൽ നീ ഉരസുകൊണ്ട് ഗമിക്കുന്നവനായിരിക്കും. ഉരസുകൊണ്ട് ഗമിക്കുന്നവനായിരിക്കും. സഹോദരങ്ങളെ, എഴുതിയെടുത്ത് കാണാതെ പഠിക്കുക. പാപം ചെയ്യുന്നതിനേക്കാൾ വലിയ പാപമാണ് പാപം ചെയ്യിപ്പിക്കുന്നത്. പാപം ചെയ്യുന്നതിനേക്കാൾ വലിയ പാപമാണ് പാപം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പാപം ചെയ്യിപ്പിച്ചതായ പാമ്പിനെ കൊണ്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഇനി നീ അങ്ങനെ പറക്കണ്ട, നീ ഉരസുകൊണ്ട് ഗമിച്ചാൽ മതി. പാപം ചെയ്യുന്നവന് നീതിമാന്റെ സഭയിൽ നിവർന്നു നിൽപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. പാപം ചെയ്യുന്നവന് നിവർന്നു നിൽപ്പാൻ കഴിയത്തില്ല. അവനിതാ ഉരസുകൊണ്ട് ഗമിക്കുകയാണ്, ഉരസുകൊണ്ട് അവൻ ഇഴയുകയാണ് പാമ്പ്. എന്നാൽ ആ പാമ്പിന്റെ പരിപാടി അതേ അധ്യായത്തിൽ തന്നെ തമ്പുരാൻ തീർത്തു. 3-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, ദ സീഡ് ഓഫ് ദ വുമൻ വിൽ ട്രാപ്പിൾ ദ ഹെയർ ഓഫ് ദ സർപ്പന്റ്. സ്തോത്രം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്തോത്രം. പാമ്പ് അത് സാത്താന്യ ചിഹ്നമാണ്. നിങ്ങളുടെ കുട്ടികളിടുന്ന ടീഷർട്ടിന്റെ ചിഹ്നങ്ങൾ സൂക്ഷിക്കുക. ഒരു കടയിൽ പോയി ഏതെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ അതിൻ്റെ ചിഹ്നങ്ങൾ വാങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കുക. സ്തോത്രം. അത് മറ്റൊരു ദൂതാണ്. സ്തോത്രം. അത് ഈവിളായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ധാരാളം സിംബലുകൾ വച്ചാണ് ഇന്ന് മാർക്കറ്റിൽ പല ഡ്രസ്സുകൾ സ്തോത്രം ഇറങ്ങുന്നത്. ആ സിംബൽ ഉള്ളതായ ഡ്രസ്സും ധരിച്ച് നടന്നാൽ ആ സിംബൽ ഉള്ളവൻ നിന്റെ കൂടെ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സ്തോത്രം. പാമ്പ് അത് സാത്താനിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ കഴുകൻ പറയും, സ്തോത്രം, ഈ പാമ്പിന്റെ മേൽ എനിക്ക് അധികാരമുണ്ട്. കാരണം അവൻ സ്തോത്രം ബാറ്റിൽ ചെയ്യുന്നത്, അവൻ പൊരുന്നത് മണ്ണിലിരുന്നല്ല. പാമ്പിനാണെങ്കിൽ മണ്ണിലിരിക്കുന്നവനെ മാത്രമേ, മണ്ണിൽ നടക്കുന്നവനെ മാത്രമേ അവനെ ആക്രമിച്ച് കൊത്തുവാൻ കഴിയത്തുള്ളൂ. പാമ്പ് കടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരും കൈ ഉയർത്തണ്ട. പാമ്പ് കടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ മണ്ണിൽ ജീവിച്ചത് കൊണ്ട് അല്ലെങ്കിൽ മണ്ണിൽ നിന്നതുകൊണ്ടാണ് സ്തോത്രം പാമ്പ് നിങ്ങളെ കൊത്തിയത്. എന്നാൽ നിങ്ങൾ ആകാശത്തിൽ പറക്കുന്ന ഒരുവനാണെങ്കിൽ മണ്ണിലിരയ്ക്കുന്ന പാമ്പിന് നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. ആകാശത്തിൽ പറക്കുന്നവൻ അർത്ഥം ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവനെ തൊടുവാൻ അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു ദൈവദാസനെ ദൈവപൈതനെ തൊടുവാൻ ശത്രുവിന് കഴിയത്തില്ല. എന്നാൽ സ്തോത്രം മണ്ണിന്റെ സ്വഭാവമുണ്ടെങ്കിൽ ശത്രു തൊടുവാൻ സാധ്യത വളരെ കൂടുതലാണ്. യോബിന്റെ പുസ്തകം 3-ാം അധ്യായം സ്തോത്രം 25-ാം വാക്യം. യോബിന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു. അത് മണ്ണിന്റെ സ്വഭാവമാണ് ഭയം. വിണ്ടിന്റെ സ്വഭാവമാണ് ധൈര്യം. മണ്ണിന്റെ സ്വഭാവമാണ് ഭയം. അയ്യോ, ഞങ്ങൾക്ക് കൊറോണ വരുമോ, ഞങ്ങൾ അഡ്മിറ്റ് ആകുമോ, ഞങ്ങളുടെ ശ്വാസകോശവും ചുരുങ്ങോ, ഇന്നലത്തെ കാലം കുറച്ചുകൂടെ സ്തോത്രം എൻ്റെ ചെസ്റ്റ് ചുരുങ്ങിയതായി തോന്നുന്നു, കൊറോണയാണോ കൊറോണയാണോ കൊറോണയാണോ. സ്തോത്രം. ഭയന്ന് ജീവിക്കുന്നെങ്കിൽ അത് മണ്ണിന്റെ സ്വഭാവമാണ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഒരിക്കൽ കൂടെ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന. ഇന്ന് മണ്ണിന്റെ ഭയം വിട്ടുപോകട്ടെ. കർത്താവ് യേശുവിന്റെ വിണ്ണിന്റെ ധൈര്യം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എല്ലാ പാനിക് അറ്റാക്കുകൾ സകല ഭവനങ്ങളിൽ നിന്ന്, സകല വ്യക്തികളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ധൈര്യത്തിൽ ജീവിച്ചാട്ടെ. വീട്ടിൽ ജീവിക്കരുത്, ധൈര്യത്തിൽ ജീവിച്ചാട്ടെ. പരസ്പരം വീട്ടിൽ നിന്ന് ധൈര്യം പകർന്നാട്ടെ. സ്തോത്രം. ധൈര്യത്തെ ചോർത്തിക്കളയുന്ന വാർത്തകളെ ദയവായി കേൾക്കരുത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തോണ്ടി ഇരിക്കല്ല, തോണ്ടി സ്തോത്രം ഇരിക്കല്ല. ധൈര്യത്തിന്റെ ദൂതുകൾ കേട്ട് ദൈവത്തിന്റെ കൃപയാൽ അത് ബലപ്പെട്ട് ജീവിച്ചാട്ടെ. സ്തോത്രം. ദൈവം ധൈര്യം തരുന്നവൻ. എന്നാൽ ആത്മമണ്ഡലത്തിൽ പറക്കുന്ന ഒരു ദൈവപൈതലിനെ തൊടുവാൻ മണ്ണിലിഴയുന്ന പാമ്പിന് ഒരിക്കലും കഴിയത്തില്ല. എന്നാൽ പാമ്പിനൊരു ആഗ്രഹമുണ്ട്. ഒന്ന് വിണ്ണിൽ ഇറങ്ങിയിരുന്നെങ്കിൽ, ഒന്ന് മണ്ണിലിറങ്ങിയിരുന്നെങ്കിൽ, ഒന്ന് മണ്ണിലിരുന്നെങ്കിൽ എനിക്ക് അച്ചാച്ചനെ കടിക്കാമായിരുന്നു. എനിക്ക് അച്ചാച്ചനെ മണ്ണിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ കടിക്കാമായിരുന്നു. എൻ്റെ റിലത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് കടിക്കാമായിരുന്നു. അവൻ്റെ റിലത്തിൽ ഇറങ്ങിയാൽ എന്ത് ചെയ്യും? അവൻ കടിക്കും. എടോ, കൊട്ടാരത്തിന്റെ റിലത്തിൽ ജീവിക്കേണ്ടവനെ,
നീ എന്തിനാ കുളക്കടവിന്റെ റലത്തിലേക്ക് ഇറങ്ങിപ്പോയത്? വിണ്ണിൽ പറക്കേണ്ടവനെ എന്തിനാ മണ്ണിന്റെ ലെവലിലേക്ക് നീ ഇറങ്ങിപ്പോയത്? നീ രാജാവാണ്, നീ യോദ്ധാവാണ്, നീ വർഷിപ്പറാണ്, നീ സങ്കീർത്തനം എഴുതുന്നവനാണ്, നിനക്ക് ഒത്തിരി ഒത്തിരി ടൈറ്റിലുകളുണ്ട്. ആ റലത്തിൽ ജീവിക്കേണ്ട നീ എന്തിനാണ് താഴേക്ക് ഇറങ്ങിയത്? സ്തോത്രം. വിണ്ണിൽ പറക്കേണ്ട നീ മണ്ണിൽ ഇറങ്ങിയാൽ പാമ്പ് കടിക്കും. സ്തോത്രം. വിണ്ണിൽ പറക്കേണ്ട നീ മണ്ണിന്റെ ലെവലിൽ ഇറങ്ങിയാൽ നീ എത്ര ടാറ്റ പറഞ്ഞാലും, നീ എത്ര സ്തോത്രം അതെ ബൈബിൾ വാക്യം കാണാതെ, കാരണം നിന്നെക്കാൾ കൂടുതൽ ബൈബിൾ വാക്യം പിശാചിനറിയാം. അതുകൊണ്ട് വിണ്ണിൽ പറക്കേണ്ട നീ മണ്ണിന്റെ ലെവലിൽ ഇറങ്ങിയാൽ പാമ്പ് കടിക്കും. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണമേ. അതുകൊണ്ടാണ് ദാവീദ് ബേർശേബ അഭിഷേകത്തിൽ തകർക്കപ്പെട്ടത്. അതുകൊണ്ട് ദൈവം നിന്നെ ഒരു കഴുകൻ ലെവലിൽ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ഒരിക്കലും പാമ്പിന്റെ ലെവലിൽ ഇറങ്ങി ചെല്ലരുത്. സെയിം ടൈം പാമ്പ് സ്തോത്രം ശൂൽക്കാര ശബ്ദത്തോടെ നിന്നെ തകർക്കാൻ നോക്കും. നീ വിണ്ണിന്റെ ലെവലിൽ നിൽക്കുമ്പോഴും അയ്യോ അച്ചാച്ചാ എനിക്ക് ആ മുന്തിരിങ്ങ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച ഇസബേലിയ ശക്തികൾ നിനക്ക് നേരെ വെല്ലുവിളി ഉയർത്തും. അത് അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത കാര്യം. സ്തോത്രം. വല്ലപ്പോഴൊക്കെ ഇസബേലിന്റെ കൊട്ടാരത്തിൽ ഈ ഏലിയാവ് ഒരു ഡിന്നർ അപ്പോയിന്റ്മെന്റിന് കയറിയിരുന്നെങ്കിൽ വല്ലപ്പോഴൊക്കെ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. വല്ലപ്പോഴൊക്കെ വന്ന് ഭക്ഷണം കഴിക്കണ്ടായോ? വല്ലപ്പോഴൊക്കെ ഞങ്ങളുടെ ചായയും കാപ്പിയും കുടിക്കണ്ടായിരുന്നോ? വല്ലപ്പോഴൊക്കെ ഞങ്ങളുടെ ഊണ് കഴിക്കണ്ടായിരുന്നോ? മനസ്സില്ലടോ. ഇസബേലിന്റെ കൂടാരത്തിൽ, ഇസബേലിന്റെ കൊട്ടാരത്തിൽ കയറാൻ മനസ്സില്ലടോ. പാപം ചെയ്യിപ്പിക്കുന്ന പ്രവാചകന്മാരെ കൊല്ലുന്ന, ദൈവദാസന്മാരെ കൊല്ലുന്ന വീട്ടിൽ പോകാൻ മനസ്സില്ലടോ. അതുകൊണ്ട് ഇസബേല് സ്തോത്രം ഏലിയാവിന് നേരെ കെണിയുണ്ടാക്കി. വല്ലപ്പോഴും ഇസബേലിന്റെ വീട്ടിൽ ഏലിയ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സ്തോത്രം ഇസബേല് താഴെ വീണ് തകർന്നു, ഏലിയാവ് ഇന്നും ജീവിക്കുന്നു. ഇസബേല് താഴെ വീണ് തകർന്നു, ഏലിയാവ് ചത്തിട്ടില്ല, ഏലിയാവ് ഇന്നും ജീവിക്കുന്നു. വിണ്ണിന്റെ ലെവലിൽ ഒരു കഴുകനായി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു എങ്കിൽ പാമ്പിന്റെ ലെവലിൽ ഇറങ്ങല്ല. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഉയരത്തിൽ പറക്കുന്നവനാണ് ആര്? കഴുകൻ. 11.3 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുമ്പോൾ, അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഒന്ന് വെച്ചോ, 3 കിലോമീറ്റർ ഒന്ന് വെച്ചോ, പോട്ടെ. സ്തോത്രം. ഒരു 2 കിലോമീറ്റർ ഉയരത്തിൽ കഴുകൻ പറക്കുമ്പോൾ ഇതാ നിലത്തൂടെ ഇഴഞ്ഞു പോകുന്നതായ ഒരു പാമ്പിനെ കാണുമ്പോൾ അവൻ ഇറങ്ങി വരുന്നതായ ഒരു സ്പീഡുണ്ട്. ആ സ്പീഡ് 150 കിലോമീറ്റർ മുതൽ 220 കിലോമീറ്റർ വേഗതയിലാണ് കഴുകൻ കുത്തനെ താഴെ വരുന്നത്. ഒന്ന് ചിന്തിച്ചാട്ടെ. 220 കിലോമീറ്റർ വേഗതയിൽ കേരളത്തിലെ ഓരോ റോഡിലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. 150 മുതൽ 220 കിലോമീറ്റർ വേഗത വരെ സ്തോത്രം വേഗത്തിൽ കഴുകൻ വേഗത്തിൽ പറന്നു വന്ന് ആ മണ്ണിലഴകുന്നതായ പാമ്പിന്റെ കഴുത്തിനാണ് പിടുത്തം വീഴുന്നത്. കഴുത്തിൽ 2 കാലിലെ നഖങ്ങൾ കൊണ്ട് അവനെ പിടിച്ചെടുത്ത് കഴുത്തിൽ പിടിച്ചെടുത്ത് ഉയരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, ബ്രദർ സുരേഷ് ബാബു വാലിൽ പിടിക്കാത്തത് എന്താണ്? വാലിൽ പിടിച്ചാൽ അവൻ തിരിഞ്ഞ് കൊത്തും. അതുകൊണ്ടാണ് അവൻ അനങ്ങാൻ കഴിയാത്ത ക്രമത്തിൽ അവന്റെ കഴുത്തിൽ പിടിക്കട്ടെ. പാമ്പുകളെയും തേലകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയിരിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ ദേശാധിപതിയുടെ സ്തോത്രം മണ്ഡലങ്ങൾ പിടിക്കേണ്ടടുത്ത് പിടിക്കുവാൻ, അതിനെ ഒടിക്കേണ്ടടുത്ത് ഒടിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. 144 സങ്കീർത്തനം 1 വാക്യം, യുദ്ധത്തിനായി എന്റെ കരങ്ങളെയും പോരിനായി എന്റെ വിരലുകളെയും അഭ്യാസം വരുത്തുന്ന ദൈവം അവന്റെ കഴുത്തിനെ പിടിച്ച് അവനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആരുടെയോ വിരലുകളിൽ, ആരുടെയോ കരങ്ങളിൽ ദൈവകൃപയുടെ തീ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. സ്തോത്രം. അതെ, ആ പാമ്പിന്റെ കഴുത്തിന് പിടിച്ച് കഴുകനിതാ ഇതേ വേഗതയിൽ മേലേക്ക് കയറുമ്പോണ്ടല്ലോ, അയ്യോ പാമ്പിന്റെ ചക്രശ്വാസം വലിക്കുക. കാരണം സ്തോത്രം പാമ്പിന് ഈ അന്തരീക്ഷത്തിൽ പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല. അവന് എഴയുന്ന സിസ്റ്റമാണ് അവനുള്ളത്. എഴയുന്ന സിസ്റ്റം ഉള്ളവന് പറക്കുന്ന സിസ്റ്റത്തിൽ ഒരിക്കലും നിലനിൽപ്പാൻ കഴിയത്തില്ല. അവന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കഴുകനുണ്ടല്ലോ, ഈ ഉയരങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോഴേക്കും അവന്റെ പകുതിയിലെ അങ്ങേയറ്റത്ത് ജീവൻ പോയിരിക്കും. അന്തരീക്ഷത്തിൽ ഇങ്ങനെ സ്തോത്രം വേഗത്തിൽ കഴുകൻ ഈ പാമ്പിനെയും കൊണ്ട് ചെല്ലുമ്പോൾ അവന്റെ പ്രാണൻ പകുതിയും പോയിരിക്കും. എന്നിട്ടാണ് തൻ്റെ കൂർത്ത ചുണ്ടുകൾ കൊണ്ട് കഴുകൻ സ്തോത്രം ആ പാമ്പിനെ കൊത്തി അവനെ കൊന്നുകളയുന്നത്. സ്തോത്രം. കഴുകന്റെ ബാറ്റിൽ എയറിലാണ്, കഴുകന്റെ യുദ്ധം അന്തരീക്ഷത്തിലാണ്.
കഴുകന്റെ യുദ്ധം അന്തരീക്ഷത്തിലാണ്. കഴുകന്റെ യുദ്ധം അന്തരീക്ഷത്തിലാണ്. കഴുകന്റെ യുദ്ധം ആത്മാവിലാണ്. എൻ്റെയും നിന്റെ യുദ്ധം ആത്മാവിലാണ്. എൻ്റെയും നിന്റെ യുദ്ധം ആത്മാവിലാണ്. കമാൺ, വായു തുറന്ന് ഒരു നിമിഷം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും ആത്മാവിൽ പൊരുതിയാട്ടെ. എൻ്റെയും നിന്റെ യുദ്ധം അതേ ആത്മാവിലാണ്. ആത്മാവിലാണ്. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേര് നിന്റെ വലതുവശത്ത് അവർ ഗ്രൗണ്ട് ബാറ്റിന് വേണ്ടി നിനക്കെതിരെ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, മണ്ണിന്റെ ആയുധങ്ങൾ കടന്നു വരുമ്പോൾ, മണ്ണിന്റെ ആയുധങ്ങളായി നിങ്ങളെ തകർക്കുവാൻ കടന്നു വരുമ്പോൾ, ജഡീകർ സഭയിൽ അകത്തുള്ളവരും പുറത്തുള്ളവരും മണ്ണിന്റെ ആയുധങ്ങളുമായി നിനക്ക് നേരെ വാടകോരുമ്പോൾ വിണ്ണിന്റെ ആയുധമെടുത്ത് ജയിച്ചവനായി നിന്നോട്ടെ. കാരണം നീ ദൈവത്തിന്റെ കഴുകനാണ്. മണ്ണിന്റെ ആയുധം കൊണ്ട് വിണ്ണിൽ സ്തോത്രം വിണ്ണിന്റെ മണ്ഡലത്തിൽ പറക്കുന്നവനെ ജയിപ്പാൻ ഒരു കാരണവശാലും കഴിയത്തില്ല. മണ്ണിന്റെ ആയുധങ്ങൾ കൊണ്ട് സ്തോത്രം വിണ്ണിന്റെ മണ്ഡലത്തിൽ നിൽക്കുന്നവനെ ജയിപ്പാൻ ഒരിക്കലും കഴിയത്തില്ല. ഹല്ലേലൂയ. മണ്ണിന്റെ ആയുധങ്ങൾ നിന്നെ ജയിക്കയില്ല. എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, മണ്ണിന്റെ ആയുധങ്ങൾ നിങ്ങളെ ജയിക്കയില്ല. മണ്ണിന്റെ ആയുധങ്ങൾ നിങ്ങളെ ജയിക്കയില്ല. മണ്ണിന്റെ ആയുധങ്ങൾ നിങ്ങൾ ജയിക്കയില്ല. കാരണം നീ കഴുകനാണ്, നീ പിന്നിൽ പറക്കുന്നവനാണ്. വീണ്ടും വേദപുസ്തകം പറയുന്നു, ഹി ഈസ് ദ സ്റ്റോം ലവർ. കൂടെ ഞാൻ പറയാറുണ്ട് അല്ലേ, അവൻ കാറ്റിനെ സ്നേഹിക്കുന്നവനാണ് കഴുകൻ. പ്രശ്നങ്ങളെ സ്നേഹിക്കുന്നവനാണ് കഴുകൻ. ആരോ ഞെട്ടലോടെ ഉറങ്ങി വന്നവർ ഞെട്ടലോടെ കണ്ണു തുറന്നു. സ്തോത്രം. അതെ, കാറ്റിനെ സ്നേഹിക്കുന്നവനാണ് കഴുകൻ. പ്രശ്നങ്ങളെ സ്നേഹിക്കുന്നവനാണ് കഴുകൻ. കാറ്റിനെ സ്നേഹിക്കുന്നവനാണ് കഴുകൻ. ബാക്കിയുള്ള എല്ലാ പക്ഷികളും അയ്യോ ഇന്ന് കാറ്റ് വരല്ലേ കർത്താവേ, ഓക്കെ ഉണ്ടാകല്ലേ കർത്താവേ, കട്രീന വരല്ലേ കർത്താവേ, ഓക്കെ അടിക്കല്ലേ, പിന്നെ വേറെ ഒന്നിൻ്റെ പേര് റീറ്റ അടിക്കല്ലേ കർത്താവേ, ചാളി അടിക്കല്ലേ കർത്താവേ. ഇതെല്ലാം കാറ്റിൻ്റെ പേരുകളാണ്. ഇത് മുഴുവൻ പെണ്ണുങ്ങളുടെ പേരുകളാണ്. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ പേര് കാറ്റിനിട്ടെന്ന് എന്നോട് ചോദിക്കല്ലേ, എനിക്കറിയത്തില്ല. അമേരിക്കൻ ഗവൺമെൻറ്റിനോട് ചോദിച്ചാട്ടെ. അമേരിക്കയിൽ വീശി അടിച്ചതായ ചാളി, കട്രീന, റീറ്റ ഇത് മുഴുവൻ സ്ത്രീകളുടെ പേരാണ്. സ്തോത്രം. ഇനി ആർക്കെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അടുത്ത കാറ്റിന് സുരേഷ് എന്നോ ബാബു എന്നോ പേരിട്ടാട്ടെ. നോ പ്രോബ്ലം, നോ കംപ്ലൈന്റ്. ഹല്ലേലൂയ. സ്തോത്രം. അതെ, കാറ്റിനെ മറ്റുള്ള പക്ഷികൾ ഭയപ്പെടുകയാണ്. കാറ്റിനെ മറ്റു പക്ഷികൾ ഭയപ്പെടുകയാണ്. പക്ഷേ കഴുകൻ പറയും, ഒരു കാറ്റ് വരുമ്പോൾ പറയും, ആ മക്കളെ കാറ്റ് വന്നടാ, കാറ്റ് വന്നു, അടുത്ത കാറ്റ് ഇതാ വന്നു. അതിനർത്ഥം അടുത്ത ലെവലിൽ പൊങ്ങേണ്ട സമയം ഇതാ വന്നിരിക്കുന്നു. അടുത്ത ലെവലിൽ ഞാൻ ഉയരേണ്ട നേരം ഇതാ വന്നിരിക്കുന്നു. കാരണം ഇതാ കാറ്റ് വന്നിരിക്കുന്നു. മറ്റ് പക്ഷികളിൽ കാറ്റുകളിൽ തകർന്നു പോകുമ്പോൾ ഈ കഴുകൻ കാറ്റിൽ ഉയരുകയാണ്. ചിന്തിച്ചാട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് പലപ്പോഴും നിങ്ങളെ ഉയർത്തിയത്. നിങ്ങളുടെ കുരിശുകളാണ് നിങ്ങളെ ഉന്നമനത്തിൽ എത്തിച്ചത്. യേശു കർത്താവിന് ഒരു ക്രൂശ് ഉണ്ടായിരുന്നു. യേശുവിനെ ക്രിസ്തുവാക്കി തീർത്തത് ക്രൂശാണ്. ഒരിക്കൽ കൂടെ, യേശുവിനെ ക്രിസ്തുവാക്കി തീർത്തത് ക്രൂശാണ്. യേശുവിനെ സകല നാമത്തിനും മേലായ നാമം കൊടുത്തത് ക്രൂശാണ്. യേശു കർത്താവിനെ സറാഫുകളെക്കാൾ ദൂതന്മാരെക്കാൾ ഉന്നത പദവിയിൽ എത്തിച്ചത് ക്രൂശാണ്. യേശുവിനെ സ്തോത്രം പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ മധ്യസ്ഥനാക്കി തീർത്തത് ക്രൂശാണ്. യേശുവിനെ സ്തോത്രം സഭയുടെ ഉടമസ്ഥനാക്കി തീർത്തത് ക്രൂശാണ്. സ്തോത്രം. അതുകൊണ്ട് ക്രൂശ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരിക്കലും ക്രൂശിൽ നിന്ന് ഓടിപ്പോകരുത്, കാറ്റുകളിൽ നിന്ന് ഓടിപ്പോകരുത്. സ്തോത്രം. കാറ്റുകൾ നിങ്ങളെ ഉയർത്തുമാറാകട്ടെ. മരുഭൂമിയിൽ കാറ്റടിക്കുമ്പോൾ ഒട്ടകപ്പക്ഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്തോത്രം. മരുഭൂമിയിൽ കാറ്റടിക്കുമ്പോൾ ഒട്ടകപ്പക്ഷി ഓടും. എവിടെ ഓടാനാ? കാറ്റിനെ പേടിച്ച് ഓടിയാൽ ഏതറ്റം വരെ ഓടും? കാറ്റിനെ പേടിച്ച് ഓടിയാൽ ഏതറ്റം വരെ ഓടും? ഓടാൻ പറ്റത്തില്ല. പ്രശ്നം കണ്ട് ഓടല്ലേ. സ്തോത്രം. പ്രശ്നത്തെ എതിർത്ത് നിന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആ പ്രശ്നത്തെ തകർത്തുക, അതിനെ പരാജയപ്പെടുത്തുക, എന്നിട്ട് അടുത്ത ലെവലിലേക്ക് ഉയർന്നു വാ. പ്രശ്നം കണ്ട് ഓടല്ല. ഒട്ടകപ്പക്ഷി ഓടും, പക്ഷേ അതിന് കാറ്റിന് ജയിപ്പാൻ കഴിയത്തില്ലല്ലോ. ഒട്ടക പക്ഷിയാണ്. അതിന് പ്രശ്നത്തെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പണ്ടൊരു സമയത്ത് 1999 ഒരു നല്ല കൺവെൻഷൻ അമേരിക്കൻ ഐക്യനാട് ഒരു സ്ഥലത്ത് നടക്കുകയായിരുന്നു. 3 ദിവസം അനങ്ങാപ്പാറ പോലെ ഒരു പരീക്ഷ ഭക്തൻ എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. ഒരു പിന്മാറ്റക്കാരൻ പാസ്റ്റർ. സ്ഥലം പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. പക്ഷെ ഒരു ശുദ്ധഗതിക്കാരനായതുകൊണ്ട് ഇടയ്ക്ക് ഒക്കലഹോമയെന്ന് അറിയാതെ അങ്ങ് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സ്തോത്രം. അതെ, 3 ദിവസം പുള്ളി ഇങ്ങനെ നോക്കിയിരുന്നു. ഒരു സ്തോത്രം പോലും പറഞ്ഞാൽ നല്ല മീറ്റിംഗ്, നല്ല അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുക. 3 ദിവസം കണ്ണമയ്ക്കാതെ ഒരു അന്യഗ്രഹ ജീവിയെ കാണുന്ന പോലെ നോക്കിയിരുന്നു.
നോക്കിയിരുന്നിട്ട് പുള്ളി പറഞ്ഞു. മൂന്നാമത്തെ ദിവസം വന്നിട്ട് സ്തോത്രം ഒരു വാക്ക് പറയുകയാണ്. ഇങ്ങനെയാണ് പുള്ളി പറഞ്ഞത്, എനിക്ക് നേരെ ഒരു പ്രശ്നമില്ല, ഉള്ള പ്രശ്നവും അപവാദവും വിവാദവും എല്ലാം നിനക്കാണ്. സ്തോത്രം, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. അപ്പം ഞാൻ ഈ ക്രൈസ്റ്റ് സെൻ്റർ ഉണ്ടായതിന് ശേഷം നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാണ് ഞാനിങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ഈ പരുവത്തിൽ ഇങ്ങനെയായത്. പണ്ട് ഞാൻ ഇങ്ങനെയല്ല. സ്തോത്രം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പക്ഷേ സ്തോത്രം, തനിക്കൊരു പ്രശ്നമില്ലയോ? തനിക്കൊരു പ്രശ്നമില്ലെങ്കിൽ തൻ്റെ അഭിഷേകത്തിന് എന്തോ പ്രശ്നമുണ്ടോ? തനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് മാത്രം ഒരു പ്രശ്നമില്ല. ഗ്ലോറി, സ്തോത്രം, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാൻ നിന്റെ അഭിഷേകത്തിന് എന്തോ പ്രശ്നമുണ്ട്. സ്തോത്രം, അതെ, യഥാർത്ഥ അഭിഷേകം, നല്ല അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ മുഴുവൻ നരകവും നിനക്ക് നേരെ പാളയമിറങ്ങാം. മുഴുവൻ നരകവും നിനക്കെതിരെ കൺവെൻഷൻ നടത്തുമ്പോൾ മനസ്സിലാക്കണം, കറക്റ്റ് അഭിഷേകമാണ് എൻ്റെ മേൽ വന്നിരിക്കുന്നത്. ഒട്ടക പക്ഷികൾക്ക് പ്രശ്നങ്ങളെ പേടിയാണ്. അവർക്ക് പക്ഷി എന്ന് മാത്രം പേരേ ഉള്ളൂ. റവറൻഡ്, സോ ആൻഡ് സോ, റൈറ്റ് റവറൻഡ്. നീ റൈറ്റ് അല്ല, നീ റോങ് ആണ്. സ്തോത്രം, പ്രശ്നങ്ങളെ പേടിക്കുന്നവർ. എന്നാൽ എൻ്റെ കർത്താവ് അവൻ പ്രശ്നത്തെ പേടിച്ചില്ല. അപ്പോസ്തലന്മാർ അവർ പ്രശ്നങ്ങളെ പേടിച്ചില്ല. അവർ പ്രശ്നങ്ങളെ ജയിച്ച് ദൈവകൃപയാൽ അവർ ഉയർന്നവരാണ്. കഴുകന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കഴുകൻ, സ്തോത്രം, അതെ, അവൻ പ്രശ്നങ്ങളെ ജയിച്ചവരാണ്. രണ്ട് ദൈവദാസന്മാർക്ക് ഒരേ പോലെയുള്ള സിമിലർ ആയിട്ടുള്ള സ്തോത്രം എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് കോട്ടൺ വിക്രമരത്നെ, മറ്റൊന്ന് സാക്ഷാൽ സ്തോത്രം ഡേവിഡ് യോങ്കിച്ചോ. അവരുടെ സ്വന്തം ദേശം, അവരുടെ സ്വന്തം സംഘടന അവർക്കെതിരെ പ്രശ്നമുണ്ടാക്കി. അവരുടെ സ്വന്തം സംഘടന പറഞ്ഞു, നോ, നിന്നെ ഞങ്ങൾക്ക് വേണ്ട. അവരുടെ സ്വന്തം സംഘടന പറഞ്ഞു, നീ ശുശ്രൂഷിക്കാൻ പാടില്ല. പക്ഷേ ആ കാറ്റത്തവർ പിടിച്ചു നിന്നു. ആ കാറ്റത്തവർ പിടിച്ചു നിന്നപ്പോൾ, നിന്നെ ഞങ്ങൾക്ക് ആരാണ് ന്യായകർത്താവാക്കിയത് എന്ന് ഇസ്രായേൽ ജനം ചോദിച്ച സ്ഥാനത്ത്, ഒരിക്കൽ കൂടെ, നിന്നെ ഞങ്ങൾക്ക് ആരാണ് ന്യായകർത്താവാക്കിയത് എന്ന് ചോദിച്ച അതേ ജനത്തിന്, അതേ മോശയെ ന്യായകർത്താവാക്കിയ ദൈവം അതേ ജനത്തിനെ ലീഡർമാരുടെ ലീഡറാക്കി കോൾട്ടൺ വിക്രമരത്നെയും യോങ്കിച്ചയുമാക്കി തീർത്തു എങ്കിൽ, ചോദ്യം ചെയ്യുന്നവരുടെ നടുവിൽ, വിരൽ ചൂണ്ടുന്നവരുടെ നടുവിൽ, തുറച്ചു നോക്കുന്ന നടുവിൽ, നിന്റെ പേരിൽ എൻ്റെ ദൈവത്തിന് ഒരു കൊയ്ത്ത് നൽകുവാനുണ്ട്. നിങ്ങൾ കേട്ടോ? സ്തോത്രം, തുറച്ചു നോക്കുന്ന നടുവിൽ, ചോദ്യം ചെയ്യുന്നവരുടെ നടുവിൽ, വിരൽ ചൂണ്ടുന്ന നടുവിൽ, നിന്റെ പേരിൽ എൻ്റെ ദൈവത്തിന് ഒരു കൊയ്ത്ത്, സ്തോത്രം, ചെയ്യുവാനുണ്ട്. കാറ്റുകളാണ് കഴുകനെ ഉയർത്തുന്നത്. കാറ്റ് കടന്നു വരുമ്പോൾ കഴുകൻ, സ്തോത്രം, തൻ്റെ ചിറകിനെ വിടർത്തുന്നു. ആ കാറ്റ് കഴുകനെ ഇതാ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. കാറ്റ് കഴുകനെ ഇതാ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റോം ലവർ, ബാക്കിയുള്ള സകല പക്ഷികളും, സ്തോത്രം, അതെ, കാറ്റ് വേണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ കഴുകൻ ഇതാ ഉയരുകയാണ്. കഴുകൻ ഉയരുകയാണ്. കഴുകൻ ഉയർന്നുയർന്ന്, സ്തോത്രം, മേഘത്തിന് മീതെ പോലും പറക്കുവാൻ കഴിവുള്ളവനാണ് കഴുകൻ. കാർമേഘങ്ങൾക്ക് മീതെ പോലും പറക്കുവാൻ കഴിവുള്ളവനാണ് കഴുകൻ. ഒരിക്കൽ കൂടെ, കാർമേഘങ്ങൾക്ക് മീതെ പറക്കുവാൻ കഴിവുള്ളവനാണ് കഴുകൻ. ഇന്നലെ രാത്രി വെബ് സ്ട്രീം കഴിഞ്ഞ്, സ്തോത്രം, ഈ ഹാളിൻ്റെ താഴെ ഇറങ്ങിയപ്പോൾ ഒരു നല്ല മഴ, ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്, ആം ഐ റൈറ്റ്? സ്തോത്രം, മഴ ഇങ്ങനെ തിരുവനന്തപുരം പട്ടണത്തിൽ പെയ്തിട്ടേയിരുന്നു. നന്നായിട്ട് മഴ ഇങ്ങനെ പെയ്തിട്ട് എനിക്ക് നല്ല സന്തോഷം തോന്നി. അങ്ങനെ മഴ എന്നും പെയ്തെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദേശത്തെ മഴ പെയ്യുന്നതെന്ന് ചിന്തിച്ചേ. മഴ നന്നായിട്ട് പെയ്തു. മഴക്കാലത്ത് പക്ഷികളുടെ ഒരു സഭായോഗം ഉണ്ടായിരുന്നു. ഞാനാണ് പാസ്റ്റർ എന്ന് വിചാരിക്കുക, പക്ഷികളുടെ പാസ്റ്റർ. ഞാൻ വന്നപ്പോൾ കുയിലിതാ നനഞ്ഞു വരുന്നു, മയിൽ നനഞ്ഞു വരുന്നു, ഒട്ടകപ്പക്ഷി ഏറ്റവും ഫ്രണ്ടിൽ തന്നെയുണ്ട്, നനഞ്ഞിരിക്കുകയാണ്. സ്തോത്രം, എല്ലാ പക്ഷിയും നനഞ്ഞ് അതേ ചർച്ചിൽ വന്നിരിക്കുന്നു. കൊറോണയാണ് കർത്താവേ, കൊറോണയാണ്, നനഞ്ഞു വന്നിരിക്കുകയാണ്. എല്ലാ പക്ഷിയും ഇടിച്ചുകുത്തി പെയ്ത മഴയിൽ നനഞ്ഞു വന്നിരിക്കുകയാണ്, നനഞ്ഞ് കുതിർന്നിരിക്കുക. അപ്പോഴിതാ കഴുകൻ വരുന്നു. ബ്രദർ കഴുകൻ, ബ്രദർ കഴുകൻ വരികയാണ്. ബ്രദർ കഴുകൻ, സ്തോത്രം, അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പറന്ന് തൊടുത്ത് വളരെ സന്തോഷമായിട്ട് വരികയാണ്. അവൻ്റെ തൂവലിൽ ചെറിയൊരു, സ്തോത്രം, ജലത്തിൻ്റെ കണിക പോലുമില്ല. അവൻ നനഞ്ഞല്ല വരുന്നത്, അവൻ ഉണങ്ങിയ ചിറകുമായി വരികയാണ്. അപ്പം ഞാൻ കഴുകനോട് ചോദിച്ചു, കഴുകനെ, നിന്റെ പഞ്ചായത്തിൽ മഴ പെയ്തില്ലയോ കഴുകനെ? അപ്പം കഴുകൻ പറഞ്ഞു, ഇടിച്ചു കുത്തി മഴ പെയ്തു, ഇടിവട്ടി മഴ പെയ്തു. പക്ഷേ സ്തോത്രം, ഈ മഴ വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഗിയർ ചേഞ്ച് ചെയ്ത് ഞാൻ മേഘത്തിന് മീതെ പറന്നു. സ്തോത്രം, ഈ മഴ വന്നപ്പോ എനിക്ക് നനയാൻ മനസ്സില്ല. എനിക്ക് നനയാൻ മനസ്സില്ലടോ, എനിക്ക് നനയാൻ മനസ്സില്ലടോ.
എനിക്കും നനയാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഗിയർ ചേഞ്ച് ചെയ്ത് ഞാൻ മേഘത്തിന് മീതെ കയറി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു, ഗിയർ ചേഞ്ച് ചെയ്യും. എല്ലാവരോടും പറ, ആ പപ്പയോടും അമ്മയോടും കുഞ്ഞുങ്ങളോടും എല്ലാം പറ, ഗിയർ ചേഞ്ച് ചെയ്യും. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ഗിയർ ചേഞ്ച് ചെയ്ത് അടുത്ത ലെവലിലേക്ക് മേലെ കയറിയാട്ടെ, പ്രശ്നങ്ങളുടെ മേലെ കയറിയാട്ടെ, ആ ധൈര്യത്തിന്റെ മീതെ കയറ്, കൊറോണയുടെ അടുത്ത മേലെ കയറിയാട്ടെ. എന്നിട്ട് തെളിയിക്ക്, ഞാനൊരു കഴുകനാണ്. ഹല്ലേലൂയ. കാറ്റുകൾ മറ്റുള്ളവരെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ സ്തോത്രം, ദൈവത്തിന്റെ കഴുകന്മാർ ദൈവത്തിന്റെ കൃപയാൽ മേലെ കയറട്ടെ. ഹീസ് എ സ്റ്റോം ലവർ. സ്തോത്രം. പ്രശ്നം വരുമ്പോൾ പതറല്. പ്രശ്നം, ഹല്ലേലൂയ, നിങ്ങളെ പലപ്പോഴും ലക്ഷ്യത്തിൽ എത്തിക്കുന്നതാണ്. തോമസ് മാത്യു എന്ന പേരുള്ളവര് അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ കരുനാഗപ്പള്ളിയിലുണ്ട്. അദ്ദേഹം അതുകൊണ്ടാണ് എഴുതിയത്, പതറുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, കഷ്ടത അല്ലെങ്കിൽ പ്രലോഭനം അനവധി വന്നിടിലും. എന്തുകൊണ്ട്? എൻ്റെ പ്രിയൻ വലം കരം പിടിച്ച് എന്നെ നടത്തുന്നത് കൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ കഴുകനായതുകൊണ്ട് എനിക്ക് പതറുവാൻ കഴിയത്തില്ല, എനിക്ക് തകരുവാൻ കഴിയത്തുമില്ല. പ്രശ്നങ്ങൾ എന്നെ തകർക്കുന്നതല്ല, പകരം പലപ്പോഴും പ്രശ്നങ്ങൾ എന്നെ ഉയർത്തുന്നത് അത്രേ. വീണ്ടും കഴുകന് മാത്രം കാണുന്ന മറ്റൊരു പ്രത്യേകത ഞാൻ പറയട്ടെ. കഴുകന് മാത്രം കാണുന്ന മറ്റൊരു പ്രത്യേകത വളരെ ശ്രദ്ധിച്ച് കേൾക്ക്. സോ അമേസിംഗ്. സ്തോത്രം. There is a test before trust. There is a test before trust. വിശ്വസിക്കുന്നതിന് മുൻപ് ഒരു പരീക്ഷണമുണ്ട്. വിശ്വസിക്കുന്നതിന് മുൻപ് ഒരു പരീക്ഷണമുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, ഒരു പരീക്ഷണമുണ്ട്. പറഞ്ഞാട്ടെ, ഒരു പരീക്ഷണമുണ്ട്. സ്തോത്രം. വിശ്വസിക്കുന്നതിന് മുൻപ് ഒരു പരീക്ഷണമുണ്ട്. ദൈവം വിശ്വസിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഏൽപ്പിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യും? ദൈവം അവനെ ശോധന ചെയ്ത് തെളിയിക്കും. ദൈവത്തിന്റെ ലബോറട്ടറിയിൽ ദൈവം നിന്നെ ശോധന ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, അപ്പച്ചൻ ഏതാണ്ട് തരാൻ പോവാ. ദൈവം നിന്നെ ശോധനയിൽ വഴി നടത്തുമ്പോൾ എൻ്റെ കയ്യിൽ അൺകോമൺ ആയിട്ടുള്ള എന്തോ ദൈവം എൻ്റെ ജീവിതത്തിൽ തരുവാൻ വേണ്ടി പോകുകയാണ്. There is a test before trust. എന്താണ് കഴുകന്റെ കാര്യത്തിൽ നടക്കുന്നതായ സ്തോത്രം പരീക്ഷണം എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക. ഈ കഴുകൻ മനുഷ്യരെക്കാൾ ഒത്തിരി നല്ലവനാണ്. എങ്ങനെ പറയാൻ കഴിയും? ഒരു ആൺകഴുകന് താൻ മേറ്റ് ചെയ്യുന്ന തൻ്റെ ജീവിത പങ്കാളിയായിട്ടുള്ള ഒരേ ഒരു കഴുകനെ കാണത്തുള്ളൂ. അതേപോലെ ഒരു കഴുകന് ഒരാൺ കഴുകനെ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ കാണുന്ന എല്ലാറ്റിനെയും നോക്കി നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് ശമര്യക്കാരിയെ കാണുമ്പോൾ നിനക്കിപ്പോ എത്രാമത്തെ ഭർത്താവെന്ന് ചോദിച്ചാൽ എനിക്കില്ല എന്ന് പറയുകയും മാറി മാറി 6 വച്ചിട്ടിരിക്കുന്ന സ്വഭാവം ആർക്കില്ല? കഴുകനില്ല. ആരും ചാനൽ മാറ്റല്ല, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞേ. സ്തോത്രം. കഴുകൻ ഒരിക്കലും തങ്ങളുടെ ജീവിത പങ്കാളിയെ മാറ്റിയെടുക്കത്തില്ല. അത് ഒരൊറ്റ വ്യക്തിയെ മാത്രമേ എടുക്കത്തുള്ളൂ, ഒരേ ഒരു വ്യക്തിയെ മാത്രം. അത് കഴുകന്റെ പ്രത്യേകതയാണ്. ചില സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്, ഈ നാട്ടിലെ മനുഷ്യരെക്കാൾ ഒത്തിരി മാന്യരാണ് കാട്ടിലെ മൃഗങ്ങൾ. ആരും മിണ്ടുന്നില്ല, ഇവർ പോലും സ്തോത്രം പറഞ്ഞില്ല. നാട്ടിലെ മൃഗങ്ങളെക്കാൾ ഒത്തിരി നല്ലവരാണ് ആര്? സഭയിലെ വിശ്വാസി എന്നല്ല ഞാൻ പറഞ്ഞത്. നാട്ടിലെ മനുഷ്യരെക്കാൾ ഒത്തിരി നല്ലതാണ് കാട്ടിലെ മൃഗങ്ങൾ. കാരണം ഒരു പേപ്പറും ഒരു അനിമൽ പ്ലാനറ്റിലും ഒരു നാഷണൽ ജിയോഗ്രഫിക് ചാനലിലും ഒരു ഡിസ്കവറിയിലും ഞാൻ കണ്ടിട്ടില്ല ഒരു കുഞ്ഞു മൃഗത്തെ ഒരു വലിയ മൃഗം പീഡിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടോ? ഒരു കുഞ്ഞു മൃഗത്തെ ഒരു വലിയ മൃഗം പീഡിപ്പിക്കുന്നത് ഒരു ചാനലിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. പക്ഷെ നമ്മുടെ വാർത്താമാധ്യമം ഓപ്പൺ ചെയ്യുമ്പോഴാണ് കുട്ടികളെ പീഡിപ്പിച്ചു, അമ്മച്ചിമാരെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. കാട്ടിലെ മൃഗങ്ങളുടെ സ്വഭാവം ഇപ്പോൾ ചിലപ്പോൾ നാട്ടിലെ മനുഷ്യർക്ക് വന്നിരിക്കുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കഴുകന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കഴുകൻ സ്തോത്രം ജീവിത പങ്കാളികളെ മാറി മാറി എടുക്കാറില്ല. മഴക്കാലത്തൊന്ന്, വേനൽക്കാലത്തൊന്ന്, സൗത്ത് ഇന്ത്യയിലൊന്ന്, നോർത്ത് ഇന്ത്യയിലൊന്ന്, മിഡിൽ ഈസ്റ്റിലൊന്ന്, നോ വേ. കഴുകൻ ഒന്നിനെ തിരഞ്ഞെടുക്കാറുള്ളൂ. പക്ഷെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ഞാൻ പറയാം. ആ ടെസ്റ്റ് എന്ന് പറയുന്നത് www.matrimony.com അല്ല. ആ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്തോത്രം പെൺ കഴുകൻ ഒരു നല്ല സ്തോത്രം ബലമുള്ളതായ നല്ലൊരു
എന്തുവാ ഒരു വടിയെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ചുള്ളിക്കമ്പിനെ വേഗത്തിൽ പറന്ന് ചെന്ന് അതിനിങ്ങനെ കൊത്തിയെടുക്കും. എന്നിട്ട് അന്തരീക്ഷത്തിൽ അതിനെങ്ങനെ റിലീസ് ചെയ്യാം. എന്തുകൊണ്ടാണ് പെൺ കഴുകനെ മിസ് കഴുകനെ നമുക്കങ്ങനെ അവളെ വിളിക്കാം. മിസ്, എന്തുകൊണ്ടാണ് നീ ആ ചുള്ളിക്കമ്പിനെ സ്തോത്രം അത് കൊത്തിയെടുത്തിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പറക്കുന്നത്? അപ്പോൾ അവൾ പറയും, എൻ്റെ പിന്നാലെ ഒരു മിസ്റ്റർ 2 ആഴ്ചയായി കൂടിയിരിക്കുന്നു. എന്നെ പ്രപ്പോസ് ചെയ്ത് ഒരു മിസ്റ്റർ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഞാൻ നിന്നെ വെൽക്കട്ടോ, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടോ, എനിക്കൊന്നും വേണ്ട, എന്തൊക്കെയുള്ള പ്രലോഭന വാക്കുകളാൽ എനിക്ക് സ്ത്രീധനം വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് നിന്നെ മാത്രം കിട്ടിയാൽ മതി. നമ്മളാണെങ്കിൽ സ്ത്രീയാണ് ധനം. സ്തോത്രം. ഓക്കെ, വേറെ കാര്യം. സ്തോത്രം. അങ്ങനെ എൻ്റെ പിന്നാലെ ഇതാ ഒരു ആൺകഴുകൻ വന്നിരിക്കുന്നു. ആൺകഴുകനെ ഞാൻ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ടെസ്റ്റ് അവൻ പാസ്സാകണം. അതുകൊണ്ട് കഴുകൻ നല്ലൊരു സ്തോത്രം നല്ലൊരു ഉണക്ക കമ്പിനെ അല്ലെങ്കിൽ നല്ലൊരു ചുള്ളിക്കമ്പിനെ കൊത്തിയെടുത്തിട്ട് മേലേക്ക് പറക്കും. അപ്പൊ പിന്നാലെ പോകുന്ന ഈ പൂവാലം കഴുകനും പിന്നാലെ പോകുകയാണ്. എവിടെങ്ങനെ മിഡയറിലെത്തി അന്തരീക്ഷത്തിലെത്തിയിട്ട് ആ സ്തോത്രം ചുള്ളിക്കമ്പിനെ പെട്ടെന്ന് റിലീസ് ചെയ്യും. പെട്ടെന്ന് റിലീസ് ചെയ്യുമ്പോൾ ഈ ആൺകഴുകൻ നിലത്തെത്തുന്നതിന് മുൻപ് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതിനെ കൊത്തിയെടുക്കണം. അത് ഒരു പ്രാവശ്യമല്ല. വീണ്ടും പെൺകഴുകൻ പറന്ന് നടന്നിട്ട് വേറൊരു ദിശയിൽ മറ്റൊരാകൃതിയിലും പ്രകൃതിയിലും വലിപ്പത്തിലും വെയിറ്റിലുമുള്ള വേറൊരു ചുള്ളിക്കമ്പിനെ കൊത്തിയെടുക്കും. എന്നിട്ട് മറ്റൊരു ദിശയിലേക്ക് അത് പറക്കും. എവളെ കിട്ടി തന്നെ ആകണമെന്ന് പറയുന്ന കഴുകൻ എന്ത് ചെയ്യും? അവളെ പിന്നാലെ പറക്കും. എന്നിട്ട് എപ്പോഴെന്നറിയത്തില്ല, താഴെയാണോ മേലെയാണോ ഏറ്റവും ഉയരത്തിലാണോ. സ്തോത്രം. അവൾ പെട്ടെന്ന് ആ ചുള്ളിക്കമ്പിനെ അവൾ റിലീസ് ചെയ്യും. അപ്പോൾ ആ ചുള്ളിക്കമ്പ് താഴേക്ക് വരുമ്പോൾ ഈ പിന്നാലെ പറക്കുന്ന കഴുകൻ അതിനെ നിലത്ത് വീഴുന്നതിന് മുമ്പേ കൊത്തി എടുക്കണം. ഇൻ കേസ് ആ ചുള്ളിക്കമ്പ് നിലത്ത് വീണാൽ ഇവളെ വിവാഹം ചെയ്യുവാൻ, ഇവളെ വേൾക്കുവാൻ, ഇവളുമായി രമിപ്പാൻ ആ കഴുകൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. നീ കഴിവില്ലാത്തവനാണ്, നിനക്ക് ഞാൻ ഇട്ട് തന്ന, ഞാൻ റിലീസ് ചെയ്ത ആ ചുള്ളിക്കമ്പിനെ പിടിപ്പാൻ നിനക്ക് കഴിവില്ല. ഐ കനോട്ട് ട്രസ്റ്റ് യു. എനിക്ക് നിന്നെ വിശ്വസിപ്പാൻ കഴിയത്തില്ല. ഐ കനോട്ട് ട്രസ്റ്റ് യു. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് മനുഷ്യനെ വിശ്വസിപ്പാൻ കഴിയത്തില്ല. കൂടെ നിന്ന് ചതിക്കുന്ന ചതിയന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്ത് മനുഷ്യരെ നമുക്ക് വിശ്വസിപ്പാൻ കഴിയത്തില്ല. ഒറ്റുകിടക്കുന്നവരെ സ്തോത്രം നമുക്കൊരിക്കലും വിശ്വസിപ്പാൻ കഴിയത്തില്ല. എന്നാൽ കഴുകന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പറന്നുപോയി പല സമയത്തും പല ദിശകളിലുള്ളതായ പല ഉണക്ക കമ്പുകളെ ഇങ്ങനെ കൊത്തിയെടുത്ത് 1-2 പ്രാവശ്യമല്ല സഹോദരങ്ങളെ, 7 പ്രാവശ്യം അവൻ 7 ദിശകളിൽ ഈ പെൺകഴുകൻ 7 പ്രാവശ്യം 7 ദിശകളിൽ സ്തോത്രം ആ ചുള്ളിക്കമ്പിനെ താഴേക്കിടും. ആ 7 പ്രാവശ്യവും കഴുകൻ അതിനെ കൊത്തിയെടുക്കണം. 7 പ്രാവശ്യവും അവൻ കൊത്തിയെടുക്കണം. 7 പ്രാവശ്യം അവൻ കൊത്തിയെടുത്ത് ജയിച്ചാൽ മാത്രമേ ആ കഴുകൻ ആ സഹോദരി ഈ സഹോദരനെ രമിപ്പാൻ അല്ലെങ്കിൽ സ്തോത്രം ജീവിത പങ്കാളിയായി വഹിപ്പാൻ അവൾ നിന്ന് കൊടുക്കത്തുള്ളൂ. ട്രസ്റ്റിൽ മാത്രമേ അവൾ നിന്ന് കൊടുക്കത്തുള്ളൂ. ട്രസ്റ്റ് ചെയ്യാത്തവരെ വിശ്വാസമില്ലാത്തവരെ ഒരിക്കലും അവൾ അടുക്കൽ കൊണ്ടുവരത്തില്ല. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ചതിയന്മാരെ അകറ്റി നിർത്ത്, യൂദാമാരെ അടുത്ത് നിർത്ത്, അധികം ദോഷം വരുത്തുന്ന ചെമ്പ് പണിക്കാരന്മാർ അലക്സാണ്ടർമാരെ അടുത്ത് നിർത്ത്, കോരഹമാരെ, നാദാന്മാരെ, അബ്യൂഹുമാരെ അകറ്റി നിർത്ത്, ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള വ്യക്തികളെ മാത്രം അടുത്ത് നിർത്ത്. ആരും മിണ്ടുന്നില്ലല്ലോ, ഞാൻ പോവാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ട്രസ്റ്റ് വർത്തിയായിട്ടുള്ളവരെ മാത്രം അടുത്ത് നിർത്ത്. ഇല്ലെങ്കിൽ അവന്റെ കറിച്ചട്ടിയിൽ, അവന്റെ ചീനച്ചട്ടിയിൽ കഴുകനാകുന്ന നീ കഴുകൻ ബിരിയാണിയായി തീരും. സ്തോത്രം. നിന്നെ സ്നേഹിക്കുന്നവരെ, ട്രസ്റ്റ് ചെയ്യുന്നവരെ മാത്രമേ, നിന്നെ വളർത്തുന്നവരെ മാത്രമേ നിന്നെ അടുത്ത് നിർത്തുവാൻ കൊണ്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. എന്തുകൊണ്ടാണ് കഴുകനെ നീ ഈ 7 പ്രാവശ്യം ഈ ചുള്ളിക്കമ്പിന് ഇങ്ങനെ ഇട്ട് ഈ ആൺകഴുകനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ പിൻപിൽ ഒരു നല്ല സ്റ്റോറിയുണ്ട്. ശ്രദ്ധിക്കണമേ. എന്തുകൊണ്ടാണ് 7 ദിശയിൽ ഈ ചുള്ളിക്കൊമ്പിനിട്ട് ഈ ആൺകഴുകനെ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അപ്പോഴാണ് കഴുകൻ പറയുന്നത്, ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യം.
ആവർത്തനം 32:11 തള്ളക്കഴുകൻ പറയും, അല്ലെങ്കിൽ പെൺകഴുകൻ പറയും, നാളെ ഇനി കല്യാണം കഴിച്ച് ഞാൻ മുട്ടയൊക്കെ ഇട്ട് എൻ്റെ നല്ല കൂട്ടിൽ, വലിയ കൂട്ടിൽ ഞാനിതാ സ്തോത്രം അടയിരിക്കും. കഞ്ഞിടയ്ക്ക് ആരാണ്ട് അയച്ചു എന്ന ഒരു വാട്സപ്പ് വീഡിയോയിൽ ഞാൻ കൊണ്ടത് ഭയങ്കരമായി മഞ്ഞ് വീഴ്ചയാ. ഭയങ്കര മഞ്ഞ് വീഴ്ചയിലും മാമ്മി കഴുകൻ, അമ്മ കഴുകൻ സ്തോത്രം അടയിരിക്കുക. അവളുടെ പുറത്തിങ്ങനെ മഞ്ഞ് വീഴുന്നുണ്ട്, സ്നോഫാളാ. സ്തോത്രം, മലയിലെ സ്നോഫാളാ, ഭയങ്കര തണുപ്പാ. പക്ഷെ തണുപ്പ് സഹിച്ച് ആ കുഞ്ഞിനെ നോക്കി അടവിരിച്ചിരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു അമ്മയുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു അമ്മയുണ്ടോ? ആ അമ്മയ്ക്കായ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണ് നിങ്ങളെയൊക്കെ ഈ പ്രായത്തിൽ, ഈ പരുവത്തിൽ ആ അമ്മ വളർത്തിയെടുത്തത്. സ്തോത്രം. അങ്ങനെ ആ കൂട്ടിൽ അടയിരുന്ന് ആ കുഞ്ഞുണ്ടായതിനു ശേഷം സ്തോത്രം, ഈ തള്ള കഴുകൻ ആ കൂടിനെ കുത്തിപ്പൊളിക്കും. ആ കൂടിനെ കുത്തിപ്പൊളിച്ച് കഴുകൻ കുഞ്ഞ് താഴെ വീഴും. കഴുകൻ കുഞ്ഞ് താഴെ വീഴുമ്പോൾ പറക്കാനറിയാത്ത കഴുകൻ കുഞ്ഞ്, ബലമില്ലാത്ത കഴുകൻ കുഞ്ഞ്, ചിറകിന് ശക്തിയില്ലാത്ത കഴുകൻ കുഞ്ഞ് താഴെ വീഴുമ്പോൾ ആര് പിടിക്കും? ആര് പിടിക്കും? പഞ്ചായത്ത് വാർഡ് മെമ്പറല്ല, പാസ്റ്ററും പ്രവാചകനും അല്ല മാറി മാറി വന്ന് പിടിക്കുന്നത്. താഴേക്ക് വീഴുന്നതായ സ്തോത്രം ആ കഴുകനെ പിടിക്കേണ്ടത് അപ്പൻ കഴുകന്റെ ഉത്തരവാദിത്തമാണ്. പപ്പയാണ് പിടിക്കേണ്ടത്. അപ്പൊ പപ്പയ്ക്ക് പിടിപ്പാൻ കഴിവുണ്ടോ എന്നാണ് 7 പ്രാവശ്യം ഈ തള്ളക്കഴുകൻ ടെസ്റ്റ് ചെയ്തത്. അപ്പൻ കഴുകന് പറക്കാൻ കഴിയാത്തതായ കുഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ അതിനെ താങ്ങിയെടുത്ത് പറക്ക പിടിപ്പാൻ, സ്തോത്രം, പറക്ക പഠിപ്പിപ്പാൻ അവന് കഴിവുണ്ടോ? അവനെ പിടിക്കുന്നില്ലെങ്കിൽ, ആ ചുള്ളിക്കമ്പിനെ പിടിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവന് പിടിപ്പാൻ അറിയത്തില്ല. സ്തോത്രം. ആ കുഞ്ഞ് നിലത്ത് വീണ് അത് ചിതറിപ്പോകും. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അന്ധകാരത്താൽ എല്ലാ കണ്ണുകളും മങ്ങുമ്പോൾ ശാശ്വത ഭുജത്തിൽ നിങ്ങളെ താങ്ങുവാൻ കഴിവുള്ള ഒരു എൽ ഷഡായാകുന്ന കർത്താവ് സ്വർഗത്തിൽ നിങ്ങൾക്കായി ജീവിക്കുന്നു. നിങ്ങളുടെ പിൻപിൽ ഏത് കൂടുകൾ തകർന്നാലും, നിങ്ങളുടെ പിൻപിൽ എത്ര വലിയ കഥകൾ ഉണ്ടായാലും, നിങ്ങളുടെ പിൻപിൽ എത്ര വലിയ ആശ്രയിച്ച കൊമ്പുകൾ തകർക്കപ്പെട്ടാലും കൂടുകളെ കൂടിളക്കി പറക്കുവാനായി നിങ്ങളെ സ്തോത്രം പഠിപ്പിക്കുകയും ചിറകിൻ മുകളിൽ നിങ്ങളെ വഹിച്ച് നടത്തുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി ജീവിക്കുന്നു. നല്ലൊരപ്പൻ നിങ്ങൾക്കുണ്ട്. ധൈര്യമായിരുന്നാട്ടെ. നല്ലൊരപ്പൻ നിങ്ങളെ താങ്ങി നടത്തുവാൻ വേണ്ടി പോകുന്നു. ഈ കാലഘട്ടത്തിൽ അപ്പൻ്റെ ചിറകിൽ നിങ്ങൾ ഇരിക്കുകയാണ്. എവിടെ ഇരിക്കുന്നു? കസേരയിലല്ല നിങ്ങൾ ഇരിക്കുന്നത്. സ്തോത്രം. അപ്പൻ്റെ ചിറകിൽ നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങൾ ആരാണ്? ദൈവത്തിൻ്റെ കഴുകനാണ്. സെയിം ടൈം ഞാൻ അഡ്രസ് ചെയ്യുന്ന ലീഡേഴ്സിനാണ്. അതുകൊണ്ട് ദൈവകൃപയാൽ ട്രസ്റ്റ് വർത്തിയായിരിക്കുക, ട്രസ്റ്റ് വർത്തി ദൈവദാസനായിരിക്കുക. ആരെയും പൈസ തരാം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ വന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങൾ ഉപവാസം, നിങ്ങളുടെ ഉപവാസം മണ്ടേ തീർന്ന് കാണും, എൻ്റെ ഉപവാസം തുടരുക. സ്തോത്രം. അതെ, ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല കേട്ടോ, ആരുടെയും ഡോളർ എനിക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ അങ്ങോട്ട് തരാം, ഇല്ലെങ്കിലും. എന്നാൽ ദൈവകൃപയാൽ വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, സ്തോത്രം, ട്രസ്റ്റ് വർത്തി ലീഡറായിരിക്കുക, ട്രസ്റ്റ് വർത്തി ദൈവദാസനായിരിക്കുക. ദശാംശം സ്തോത്രകാച്ച എന്ന് കറക്കുന്നവനായിരിക്കല്ലേ, പേരിനും പ്രശസ്തിക്കും വേണ്ടി നിൽക്കുന്നവനായിരിക്കല്ലേ. സ്തോത്രം. ദൈവം വിശ്വസ്തനായിരിക്കുന്നത് പോലെ ഭൂമിയിലും നമുക്ക് വിശ്വസ്തത തെളിയിച്ച് ദൈവകൃപയിലായിരിക്കാം. ട്രസ്റ്റ് വർത്തി ആയിരിക്കട്ടെ. There is a trust before trust. വിശ്വസിപ്പാൻ കഴിയുന്നതിന് മുൻപ് തന്നെ സ്തോത്രം, അതെ, കുടുംബ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു സ്തോത്രം ടെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. സോ കഴുകന്റെ പ്രത്യേകത ഒറ്റയ്ക്ക് പറക്കുന്നവനാണ്, ദൂരെ കാഴ്ചയുള്ളവനാണ്. പിന്നെയോ ചത്തത് അവൻ തിന്നാറില്ല. അവനൊരിക്കലും മണ്ണിലിരുന്ന് യുദ്ധം ചെയ്യത്തില്ല. അവൻ പ്രശ്നങ്ങളെ, കാറ്റുകളെ അവൻ ഇഷ്ടപ്പെടുന്നവനാണ്. അവൻ സ്തോത്രം ട്രസ്റ്റ് വർത്തിയാണ്, വിശ്വസിപ്പാൻ കൊള്ളാകുന്നവനാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, വിരൽ ചൂണ്ടി പറ, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിരിക്കണം. പറഞ്ഞാട്ടെ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന. അല്ലാതെ എപ്പോൾ കാല് വാരും എന്ന അണ്ണനെയല്ല സഭയ്ക്ക് ആവശ്യം. എപ്പോൾ കാല് വാരും, തരം കിട്ടിയ എപ്പോൾ കാല് വാരും എന്ന് പറയുന്ന ചതിയന്മാരെയല്ല ദൈവസഭയ്ക്ക് ആവശ്യം. ദൈവം വിശ്വസ്തതയുടെ പര്യായമായിരിക്കുന്നെങ്കിൽ ട്രസ്റ്റ് വർത്തിയായിരിക്കുക. ദേഷ്യമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യെസ്, കുറച്ച് പേര് ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഒടുവിലായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, സമയം പോയല്ലോ. ഒടുവിലായി തിരുവചനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. സ്തോത്രം. ഒരിക്കൽ പോലും ഒരു കഴുകൻ ചത്ത് കിടക്കുന്നത്
ദേശത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ഒരിക്കൽ പോലും ഒരു കഴുകൻ ചത്ത് കിടക്കുന്നത് ദേശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. കഴിഞ്ഞ ഇടയ്ക്ക് നിങ്ങൾ കണ്ടതാണ് ഒരു കാക്ക ചത്ത് കിടക്കുന്നത്. മറ്റേ ഏത് പക്ഷി ചത്ത് കിടക്കുന്നത് നിങ്ങൾ കണ്ടാലും കഴുകൻ ചത്ത് കിടക്കുന്നത് മനുഷ്യരാരും കാണത്തില്ല. അർത്ഥം, നിന്റെ നാശം മനുഷ്യർ കാണത്തില്ല. നിന്റെ നാശം മനുഷ്യർ കാണത്തില്ല. സ്വന്തം കരത്ത് മാർവോട് ചേർത്ത് വെച്ച് പറ, എൻ്റെ നാശം ആരും കാണത്തില്ല. പകരം നിങ്ങളുടെ നന്മയെ കാണത്തുള്ളൂ, നിങ്ങളുടെ അനുഗ്രഹത്തെ കാണത്തുള്ളൂ, നിങ്ങളുടെ വളർച്ചയെ കാണത്തുള്ളൂ, നിങ്ങളുടെ തഴപ്പിനെ കാണത്തുള്ളൂ, നിങ്ങളുടെ ശുശ്രൂഷയാണ് കാണുന്നത്, നിങ്ങളുടെ പ്രസംഗത്തെയാണ് കാണുന്നത്, നിങ്ങളുടെ ടീച്ചിങ്ങിനെയാണ് കാണുന്നത്, നിങ്ങളുടെ ഉണർവിനെയാണ് കാണുന്നത്, നിങ്ങളുടെ കരിസ്മയാണ് ജനം കാണുന്നത്. നിങ്ങളുടെ തകർച്ച ആരും കാണുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ജീവന്റെ കർത്താവ് നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം, നിങ്ങളുടെ നാശം ആരും കാണുകയില്ല. അപ്പോസ്തലന്മാരുടെ നാശമല്ല അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത്. രാജാക്കന്മാരുടെ കൃപയുള്ള രാജാക്കന്മാരുടെ സ്തോത്രം തകർച്ചയല്ല വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് യേശുവിൻ്റെ നാശമല്ല, അല്ലെങ്കിൽ മരണമല്ല, സ്തോത്രം അടക്കമല്ല വേദപുസ്തകത്തിൻ്റെ കൺക്ലൂഷൻ. അവൻ്റെ ഉയർപ്പാണ് വേദപുസ്തകത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്നവനായ കർത്താവ് നിങ്ങൾ നോക്കി ഇന്ന് രാത്രി ദൈവകൃപയാൽ പറയുന്നു, നിങ്ങളുടെ നാശം ആരും കാണുകയില്ല, നിങ്ങളുടെ തകർച്ച ആരും കാണുകയില്ല. നിങ്ങൾ തകർന്നിട്ട് വേണം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ എന്ന ആൾക്കാർ ഈ ദിവസങ്ങളിൽ സ്തോത്രം കാത്തിരിക്കുന്നെങ്കിൽ നടക്കത്തില്ല. നിങ്ങളുടെ നാശം കണ്ടിട്ട് വേണം അടുപ്പത്തിരിക്കുന്ന ആ വെള്ളത്തിന് ചായപ്പൊടി ഇട്ട് ചായ ഉണ്ടാക്കാൻ എന്നാരെങ്കിലും കാത്തിരിക്കുന്നെങ്കിൽ ആ വെള്ളം തണുത്തു പോകത്തേയുള്ളൂ, ഗ്യാസ് തീർന്നു പോകത്തേയുള്ളൂ. നിങ്ങളുടെ നാശം ഒരിക്കലും സ്തോത്രം ആരും കാണുകയില്ല. കാരണം ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നശിക്കാനല്ല, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിൽ മുന്നേറുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. കഴുകൻ കാറ്റ് കടന്നു വരുമ്പോൾ അവനിതാ കാറ്റത്ത് ഉയരുകയാണ്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്നവനാണ് കഴുകൻ. എനിക്കിത് കാണണം. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഒരു ആവറേജ് ലെവലിലല്ല, ഒരു ഓർഡിനറി ലെവലിലല്ല, എക്സ്ട്രീം ഫ്രണ്ടിൽ ലോകരാജ്യങ്ങൾ നിൽക്കുന്നത് എനിക്ക് കാണണം. ഈ 7 കാര്യങ്ങൾ എഴുതിയിട്ട് കാണാതെ പഠിക്കണം. ഇത് എൻ്റെ ബ്ലൂ പ്രിൻ്റാണ്, ഇതെൻ്റെ റെസ്യൂമിയാണ്, ഇതെൻ്റെ ബയോഡേറ്റയാണ്. ഞാൻ ഒറ്റപ്പെട്ടെങ്കിലും ഏറ്റവും ഉയരത്തിൽ പറക്കുന്നവനായിരിക്കും. സ്തോത്രം, ഞാൻ ദീർഘവീക്ഷണത്തോടെയാണ് ജീവിക്കുന്നത്. ഞാൻ സ്തോത്രം ചത്തതൊന്നും ഒന്നിൽ നിന്ന് ഞാൻ തിന്നത്തില്ല. നാട്ടുകാർ തിന്നുന്നതായ ചത്തതും എന്നെ കൊല്ലുന്നതുമായ ഒരു കാര്യം ഞാൻ തിന്നത്തില്ല. ഞാൻ മണ്ണിൻ്റെ സ്വഭാവത്തിൽ ഞാൻ പൊരുതത്തില്ല. സ്തോത്രം, പ്രശ്നങ്ങളെ ഞാൻ സ്നേഹിച്ച് പ്രശ്നങ്ങളിൽ ഞാൻ ഉയരും. സ്തോത്രം, അതെ, മാത്രമല്ല മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ ട്രസ്റ്റ് വർത്തിയായിരിക്കും. വിശ്വാസയോഗ്യമുള്ളവനായി ഞാൻ ട്രസ്റ്റ് വർത്തിയായി വിശ്വാസയോഗ്യമുള്ളവനായി ഞാൻ ജീവിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ നാശം ആരും കാണുകയില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും, കർത്താവേ, ഞാനൊരു കഴുകനാകട്ടെ. കമാൺ, വായു തുറന്ന് പ്രാർത്ഥിക്കുക. ഈ നല്ല വ്യാഴാഴ്ച രാത്രി നിങ്ങളുടെ ശബ്ദമുയരട്ടെ. ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഈ കാറ്റത്ത് കഴുകന്മാർ ഉയരട്ടെ. ദൈവത്തിന്റെ കഴുകന്മാരുടെ ശബ്ദം ഉയരട്ടെ. ലജ്ജിക്കാതെ അന്യഭാഷ പറഞ്ഞേ. ദൈവത്തിന്റെ കഴുകന്മാർ ചലിക്കട്ടെ. ദൈവത്തിന്റെ കഴുകന്മാരുടെ ശബ്ദം ഉയരട്ടെ. Not average, but not average, not ordinary, extraordinary, extreme high, in Jesus name. സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ കഴുകന്മാരായി ഈ പ്രിയപ്പെട്ടവരെ തീർത്താട്ടെ. അങ്ങയുടെ കഴുകന്മാരാക്കി തീർത്താട്ടെ. ആ സ്വഭാവം വെളിപ്പെടട്ടെ, ആ ലൈഫ് സ്റ്റൈൽ വെളിപ്പെടട്ടെ, അനുഗ്രഹം വെളിപ്പെടട്ടെ, ആ ദൈവ കൃപ വ്യാപരിക്കട്ടെ. ആ വീടിന്റെ സ്വഭാവമല്ല, നാടിന്റെ സ്വഭാവമല്ല, അങ്ങയുടെ സ്വഭാവമായി ട്രസ്റ്റ് വർത്തിയായി വിശ്വാസയോഗ്യമായി അവരുടെ ജീവിതത്തെ കർത്താവ് പാലിച്ചാട്ടെ. തന്ത്രങ്ങളിലല്ല അവർ ജീവിക്കേണ്ടത്, തന്ത്രം മെനഞ്ഞല്ല അവർ ജീവിക്കേണ്ടത്. പകരം ദൈവകൃപയാൽ വിശ്വാസയോഗ്യമായി ദൈവകൃപയിൽ അവർ ജീവിക്കട്ടെ. ആദരിക്കും, ആശീർവദിക്കും, അനുഗ്രഹമാക്കി തീർക്കും.
പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയരട്ടെ, ഉയരട്ടെ. കമോൺ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. വീണ്ടും ഉയരങ്ങളിലേക്ക് ശബ്ദം ഉയരട്ടെ. ശക്തിയോടെ പ്രാർത്ഥിച്ച് ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്. ശാശ്വത ഭുജത്ത് കർത്താവ് അവരെ വഹിച്ചാട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ അവരുടെ ജീവിതത്തെ പരിപാലിച്ചാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ ഏവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കും. കഴുകന്മാരെ പോലെ കാത്തിരുന്ന് ക്ഷീണിക്കാത്ത നടപ്പ്, തളർന്നു പോകാത്ത ഓട്ടം, തളർന്നു പോകാത്ത ഓട്ടം, ക്ഷീണിക്കാത്ത നടപ്പ്, മറ്റാർക്കും ഇല്ലാത്ത ഓട്ടവും നടപ്പും ഓട്ടവും അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ആദരിക്കും, സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.